പടപടപടാന്ന് ഫയറിങ് കിച്ചൻ്റെ സൈഡിൽ നിന്ന്. ഇവിടുന്ന് MP5 എടുക്കുന്നു, ഞാൻ പോകുന്നു, ബുള്ളറ്റ് പ്രൂഫൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോയിരുന്നെങ്കിൽ ഞാനിന്ന് ദാവൂദിനേക്കാൾ വലിയ സംഭവമായി മാറിയിരുന്നേനെ. കാരണം അവനേക്കാൾ ബുദ്ധിയുണ്ട് എനിക്ക്. ഞാൻ മനുഷ്യനായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അതിൽ ഹിന്ദു ഏത് മുസ്ലിം ഏത് കരീംലാൽ അറസ്റ്റഡ് ആ മനുഷ്യനായിരുന്നത്. ആ 17 വയസ്സിൽ ഇവൻ്റെ ഗുണ്ടാസിനെ ഞാൻ കയറി പിടിച്ചിട്ടുണ്ട്. വേടനൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ആ ഒരു ഡിസ്പാരിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്നും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൂ കിൽ രാജീവ് ഗാന്ധി ആൻഡ് ഫോർ വാട്ട്? നോ കോംപ്രമൈസ്, നോ ടോക്ക് വിത്ത് ദ ടെററിസ്റ്റ്. അതാണ് ഇപ്പം മോദിജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ളതാണെങ്കിൽ എൻ്റെ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുരുങ്ങിയ ഒരു 5 കാലറി മെഡൽ വെച്ചത് നോക്കണം. അപ്പം ഞാൻ ഒരു BJP കാരൻ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് എ ഹാർഡ് കോർ ഫെനറ്റിക് ഗൈ. Before being a politician or a filmmaker, you're a soldier first. അപ്പോൾ നമുക്ക് ആ ഒരു ബിഗിനിങ്ങിന് തുടങ്ങാം. The making of the major. Like എങ്ങനെയായിരുന്നു സ്റ്റാർട്ട്? എങ്ങനെയായിരുന്നു? Maybe right from your student days, like how it all started. See, I was not good at studies or not interested in studies, that kind. Always a typical village boy. Escape from home so that you will get the freedom at school. സ്കൂളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് സ്കൂൾ യൂസ് ടു ബി മൈ എൻഡ് ഓഫ് ദ ജേർണി. ലൈക്ക് ഐ ഓൾവേസ് യൂസ് ടു വിഷ് ദാറ്റ് വൈ ദിസ് ഹോളിഡേയ്സ്. അങ്ങനെയൊരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് ഈ ഹോളിഡേയ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് ദേഷ്യമാണ്. ബിക്കോസ് വെൻ വീട്ടിൽ നമുക്ക് സ്ട്രിക്ട്നെസ് കൂടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതും പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു ഫീൽഡായിട്ടാണ് ഞാൻ സ്കൂളിനെ കണ്ടിരുന്നത്. ഇവിടെ ആകുമ്പോഴാണ് ഒരു ടിപ്പിക്കൽ ഓർത്തഡോക്സ് ഫാമിലി, നായർ ഫാമിലി. ഇവിടെ തറവാട്, വലിയ ആൾ അച്ഛമ്മയെ കണ്ടാൽ ഒളിച്ചു നടക്കണം, അമ്മമാരെ കണ്ടു കഴിഞ്ഞാൽ ഒളിച്ചു നടക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു വീട്ടിനകത്ത് കാണുന്ന ഫ്രീഡം കിട്ടാത്തൊരു കുട്ടി. വാസവ നായരുടെ 4 കെട്ടിൽ അപ്പു. ഇതായിരുന്നു എൻ്റെ ലൈഫ്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. പലപ്പോഴും കഞ്ഞി കുടിച്ചിട്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് അമ്മായിമ്മ പോര് എന്ന് പറയുന്നൊരു സംഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ അമ്മ അനുഭവിച്ചിട്ടുണ്ട് അത്. അപ്പം അത് അനുഭവിക്കുമ്പോൾ ജനറലി ആ കുട്ടികളാണ് കൂടുതൽ അനുഭവിക്കുക. ആ കുട്ടിക്ക് ഞാനെന്ന് പറയുന്ന ആൾക്ക് എൻ്റെ കസിൻസിൻ്റെ അടുത്ത് പോലും കളിക്കാനുള്ള ഫ്രീഡം ഇല്ല. അറിയില്ല, അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നവർ, ഞാൻ ഈ വള്ളി സൗസ് റൂട്ട്. അപ്പോൾ അച്ഛൻ്റെ ദേഷ്യം കാരണം അമ്മ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് ഈ കംപ്ലൈൻറ്റുകളൊന്നും പറയില്ല. അച്ഛനാണ് കൃഷി മുഴുവൻ നോക്കിയിരുന്നത്. ബാക്കി എല്ലാവരും പട്ടാളത്തിലായിരുന്നു. അച്ഛൻ്റെ ഏട്ടൻ പട്ടാളത്തിൽ, അനിയന്മാർ പട്ടാളത്തിൽ, പെങ്ങന്മാർ 2 പേരുടെയും ഭർത്താക്കന്മാർ പട്ടാളത്തിൽ. അച്ഛൻ മാത്രം ജോലിയില്ലാതെ ഈ കൃഷി 100 ചില്ലാനം ഏക്കർ കൃഷി ഉണ്ടായിരുന്നു പട്ടാമ്പി ഞാങ്ങാട്ടി ഏരിയയിൽ. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് നടക്കുന്ന അച്ഛൻ കാലത്തങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് വരുന്നത്. ഇതിനിടയിൽ കൂടെയൊക്കെ നമ്മളാണ് ഈ അനുഭവം മുഴുവൻ. അപ്പോൾ എൻ്റെ കളിക്കൂട്ടുകാരെന്ന് പറയുന്നത് വീട്ടിൽ കന്നനെ നോക്കുന്ന കുട്ടപ്പയും കൃഷ്ണനൊക്കെയായിരുന്നു. ആ ലെവലാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കിന്നും വലിയ ഈ വേടനൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ആ ഒരു ഡിസ്പാരിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുന്നുമ്പലത്തെ ശങ്കരൻ്റെ മകൻ കുട്ടപ്പയും കൊല്ലൻ്റെ മകൻ കൃഷ്ണനുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ജാതിയോ കളറോ ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ അമ്മ എന്നെ വളർത്തിയതും അങ്ങനെയായിരുന്നു. ഞാൻ അവരുടെ കൂടെ കളിച്ചിങ്ങനെ നടക്കും, കന്നിൻ്റെ പുറകെ നടക്കും, കുളത്തിലും ചാടിയും ആ ഒരു ലൈഫ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് പഠിപ്പിൽ വലിയ ഒന്നുമില്ല. പിന്നെ വീട്ടിൽ നോക്കുമ്പോൾ എല്ലാവരും പട്ടാളക്കാർ, ആരും 8ാം ക്ലാസ്സിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കും അത്രയൊക്കെ മതി, എന്നാൽ എനിക്ക് പട്ടാളത്തിൽ ചേരാലോ എന്നുള്ളതാണ്. ശമ്പളം കിട്ടും. ഇതാണ് എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അവിടെ എനിക്ക് IAS ആവണമെന്നോ IPS ആവണമെന്നുള്ള, അല്ലെങ്കിൽ രാജ്യസ്നേഹിയായിട്ടുള്ള പട്ടാളക്കാർ എന്നൊക്കെ പിള്ളേർ പറയുന്നുണ്ട്, സാർ ഐ വോണ്ട് ടു. പക്ഷെ അന്ന് അങ്ങനെയുള്ള ഫീലൊന്നുമില്ല. അന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഫ്രം ഹോം, ഗെറ്റ് ഇൻ സം ജോബ് സോ ദാറ്റ് യുവർ പോക്കറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് മണി ഫോർ യുവർ സെൽഫ്. അങ്ങനെ വരുന്ന സമയത്ത് 9ലും തോറ്റു, 10ലും തോറ്റ്, പിന്നെ നമ്മൾ നാട് വിട്ടിട്ട് പോവാണ്.
അപ്പം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിൽ ഇവർ എല്ലാവരും പട്ടാളക്കാരുണ്ട്. പക്ഷേ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ഏട്ടൻ ഒരാൾ നേവിയിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമാണ് എല്ലാവരെയും എൻ്റെ കസിൻസിനൊക്കെ നേവിയിൽ പഠിച്ചത്. അപ്പോൾ അമ്മയുടെ എഴുത്തിന് 2 മക്കൾ നേവിയിലായിരുന്നു, നമ്മുടെ ഏട്ടൻ്റെ ഒരു മകൻ നേവിയിലായിരുന്നു. അപ്പോൾ ആ സൈഡിൽ കൂടെ ഞാൻ വിചാരിച്ചു എനിക്ക് നേവിയിൽ ചേരാൻ പറ്റുമെന്ന്. പക്ഷെ അവിടെ വന്ന എന്താണ് എഗെയിൻ ഈ ഫാമിലിയിലുള്ള റൈവൽറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏട്ടന്മാർക്ക് അച്ഛനുമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതിലെല്ലാം വിക്റ്റിമാവുന്നത് ഈ മകനാണ്. ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന മകനാണ് വിക്റ്റിമാവുന്നത്. നമ്മൾ ബോംബെയിൽ ചെന്ന് പോകുമ്പോൾ ഇവരെന്നെ വീട്ടിൽ പോലും കയറ്റിയിട്ടില്ല. അങ്ങനെയാണ് വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടക്കുന്നു. പക്ഷെ അഭിമാനിയായിരുന്നു. അത് ദുരഭിമാനമല്ല, അഭിമാനം തന്നെയായിരുന്നു. വീട്ടിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പൈസ വന്നപ്പോൾ ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാതെ അങ്ങനെ കയ്യിലുള്ള 16 രൂപയും വെച്ച് ഐ കെയിം ടു വി ടി സ്റ്റേഷൻ. ഒരു ചെറിയൊരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അന്നത്തേക്ക് ഹാർഡ് ബോർഡിൻ്റെ മുകളിൽ 2 സൈഡിൽ തുറക്കുന്നൊരു സാധനം. അതും വെച്ച് അവിടെ ഇരുന്നു. എന്താണെന്നുള്ളത്, മുന്നോട്ടുള്ള ലൈഫ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ബട്ട് ദെൻ ഒരു അന്താളിച്ച ലോകത്തിനെ ഞാൻ അവിടെ വി ടി സ്റ്റേഷനിൽ കണ്ടു. ബിക്കോസ് ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, വെറും മലയാളം. അപ്പോൾ ആരെങ്കിലും ഒന്ന് മുണ്ടിയിട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ തഴയപ്പെട്ട വീട്ടിൽ വളർത്തുന്ന പട്ടികൾ ആരെങ്കിലും ഒന്ന് കാണുന്ന സമയത്ത് ഒരു സ്നേഹം കിട്ടുമ്പോൾ പോകുന്ന പോലെ ഞാൻ പറയുമ്പോൾ ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല ബോംബെയിലൊന്നും. ആ സമയത്ത് ഞാൻ പറയുന്നത് 75-ത്തെ കാര്യമാണ് പറയുന്നത്. അന്നൊരു മലയാളീനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഒട്ടും എന്നുള്ളതിൻ്റെ പേരിൽ ആരും അടുപ്പിക്കില്ല. അന്ന് ഇന്നത്തെ ബോംബെ അല്ല. അങ്ങനെ 3 ദിവസം ഞാനവിടെ എൻ്റെ ലൈഫ് റിയലൈസ് ചെയ്ത സമയമാണ്. പട്ടിണി എന്നുള്ളത് അറിഞ്ഞത് അവിടെ നിന്നാണ്. വിശപ്പിൻ്റെ വില എന്താണെന്നുള്ളത് അറിയുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു. കാരണം വീട്ടിൽ എന്തെങ്കിലും ചാപ്പാട് 3 നേരം കിട്ടുമല്ലോ, പക്ഷെ അവിടെ അത് കിട്ടിയില്ല. അങ്ങനെ 3 ദിവസം കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്കൊക്കെ റോബസ്റ്റ പഴവും വാങ്ങിച്ച് തിന്ന് ഡിസെൻട്രി അടിച്ച് ആകെ ചളായി. പിന്നെ ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു ചെറിയൊരു ഡയറിയിലത്തെ അഡ്രസ്സുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബോംബെയിലത്തെ ഒരു അഡ്രസ്സുണ്ട്. മേനോൻസ് കുട്ടമ്മയുടെ കുട്ടൻ നായർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മൂപ്പയുടെ മേനോൻസ് മെസ് കോളിവാട എന്ന് പറഞ്ഞിട്ട് എന്തോ റോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെടുത്തിട്ട് ഞാൻ കള്ളവണ്ടി കയറി, സബർബൻ ട്രെയിൻ. രാത്രി 11 മണി മറ്റേ ആയിരിക്കുന്നു. അപ്പോൾ ഈ ഡിസെൻട്രി അടിച്ചിട്ട് അങ്ങനെ ടയർഡായിരിക്കും, അത്രയും ഡീഹൈഡ്രേഷൻ. ഓരോ സ്റ്റേഷൻ തമ്മിലിങ്ങനെ വായിച്ച് കോളിവാട് എത്തി ഇറങ്ങി. 11:30 മണിയായപ്പോൾ ആരുമില്ല. വളരെ കോൺഫിഡൻ്റായിട്ട് സൂട്ട് കേസും തൂക്കി നടക്കുകയാണ്. നടക്കാനൊന്നും വയ്യ. കറക്റ്റായിട്ട് ടി ടി വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുന്നു, പിടിക്കുന്നു, സൈഡിലേക്ക് മാറ്റി നടക്കുന്നു. അങ്ങനെ എൻ്റെ കൂടെ കുറച്ച് ബംഗാളീസല്ല, അതുപോലുള്ള രൂപഭാവമുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്, ഞാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം എന്ന് ഓർമ്മയുണ്ട്, ജയിൽ ഖാന മിലേക്കാന്ന് ചോദിച്ചു. കാരണം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രയോറിറ്റി. ഒരു ശകലം ചാപ്പാട് കിട്ടിയിരുന്നെങ്കിൽ സോളിഡ് എന്നുള്ളതാണ്. 3 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല സമയങ്ങളിലും ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പല രൂപത്തിലായിരിക്കും. അവിടുത്തെ ആയിരുന്നതുപോലെ ഞാൻ ഹാളിൻ്റെ അവിടെ ഇങ്ങനെ ടി ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിന്നാണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നു, ഇവിടെ ഒരു വിക്കറ്റ് ഫെൻസിങ്, ഇപ്പോൾ ഞാൻ ഈ വിക്കറ്റ് ഫെൻസിൽ നിൽക്കുന്നു, ഇവിടെ ഹാള്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു വെളുത്ത പട്ടാണി സൂട്ട്. നിങ്ങളിപ്പോൾ അത് സായിബാബ ലുക്കാണോ അതോ പട്ടാണി ലുക്കാണോ അതെന്ത് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെയൊക്കെ ഹൈറ്റുണ്ട്. അങ്ങനെയുള്ളൊരു ഹൈറ്റിലുള്ള ആൾ നടന്നുകൊണ്ട് ഞാനും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇയാൾ അടുത്ത് വന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ കൈ കൊടുക്കുന്നത്, അന്ന് എൻ്റെ വെയിറ്റ് 37 കിലോ 40 കിലോ ഉള്ളൂ. പൊക്കി എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ട് പുറകെ ഒരു അടി അടിച്ച് ഓടിക്കൊള്ളാൻ എന്തോ പറഞ്ഞ് ഞാനും ഓടി. അങ്ങനെ പുറത്ത് വന്ന ഒരു മലയാളീനെ കാണുന്നു, മുണ്ടും ചുറ്റിയിട്ട്. ഇപ്പം ഞാൻ വെച്ചു മേനോൻ്റെ മെസ്സ് അറിയാമെന്ന് വെച്ചു. അയാളെങ്ങനെ നോക്കി, മേനോൻ്റെ ആരാന്ന് വെച്ചു. അത് മേനോൻ്റെ റിലേറ്റീവ് ആണെന്ന്. ഇയാൾ മനസ്സോടെ എന്നെ കുറേ ചോദ്യമൊക്കെ ചെയ്ത് ഇങ്ങനെ നടത്തിക്കൊണ്ട് 1 കിലോമീറ്ററോളം നടന്നു പോയിട്ട് മേനോൻ മെസ്സിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം നിങ്ങളുടെ നാട്ടുകാരോ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ കുട്ടാമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മനുഷ്യനെ കാണുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് കൗണ്ടറിൽ നിന്ന്
ആറാഴ്ച. ഞാൻ പറഞ്ഞു, ഞാൻ ഓമന പെരുമ്പറാരുടെ മകൻ രവിയാണ്. നീ എന്താ ഇവിടെ, നീ എങ്ങനെ വന്ന് മൂപ്പര് കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് വന്നു? അപ്പോൾ ആ പുറത്തേക്ക് വന്നപ്പം ഞാൻ കാണുന്ന റിസപ്ഷൻ എന്ന് പറയുന്നത് ടോട്ടലി 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരുന്നു. എൻ്റെ സ്വന്തം അമ്മാവൻ്റെ റിസപ്ഷനും ഇപ്പുറത്ത് ജീവിതത്തിൽ കാണാത്ത മനുഷ്യൻ്റെ റിസപ്ഷൻ. ഇവിടെ ഞാനങ്ങ് പൊട്ടിക്കരയാണ്, എനിക്ക് വിശക്കണ കുട്ടമാമയെന്ന് പറഞ്ഞിട്ട്. ഇതാണ് കാരണം ചോളം വേഗം പ്ലേറ്റ് എടുക്കുക, ചാപ്പാട് എടുക്കുക. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കടയിൽ കയറി നല്ല സാമ്പാറിൻ്റെ മണം, മീൻ വറുത്തൻ്റെ മണം എന്നൊക്കെ കൂടെയൊക്കെ വിശപ്പ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ ഇരുന്നിട്ട് ജീവിതത്തിലത്തെ ഏറ്റവും ടേസ്റ്റി ഫുഡ് കഴിച്ച് നന്നായിരുന്നു. അത് എത്ര കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ദെൻ ബോധം കെട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ്, നീ അവിടെ ഒരു ചോളുണ്ട് അവർക്ക് ആൾക്കാർക്ക് താമസിക്കാൻ. അങ്ങനെ എന്നെ ചോളിൽ കൊണ്ടാക്കി ഞാനവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒരു 10-11 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. തിരിച്ച് അമ്മയുടെ ഹോട്ടലിൽ പോകുന്നു. അവിടെ 1 മാസത്തോളം ഞാൻ ആ ഹോട്ടലിൽ തന്നെ ജോലിയെടുക്കും. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്ലേറ്റ് എടുക്കും, ഞാൻ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യും. അങ്ങനെ അമ്മാവൻ പലപ്പോഴും എന്നെ കൗണ്ടറിലിരുത്തും. അങ്ങനെ കൗണ്ടറിലിരുത്തിയപ്പോഴാണ് ഒരു ദിവസം ഒരാളായിട്ട് പ്രശ്നമുണ്ടായി. രാത്രി കുറേ ആൾക്കാർ ചാപ്പാട് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മാത്രം ചാപ്പാട് കഴിച്ചു, ബാക്കി എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ലാസ്റ്റ് പോകുന്നതിൻ്റെ കോളറിന് കയറി ഞാൻ കൗണ്ടറിൽ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞ് തട്ടി പിടിച്ചു. അപ്പോഴത്തേക്കും വെയിറ്റേഴ്സ് എല്ലാം കൂടെ ഓടി വന്നിട്ട് എൻ്റെ നേർക്ക് മേക്കിട്ട് കയറി. അമ്മാവൻ ഇല്ല എന്നാണ്. അവർ പോയി. പിറ്റേ ദിവസം വന്നിട്ട് അമ്മാവനും എന്നെ കുറേ ശകാരിച്ചു. അവർ പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ചോദിക്കാൻ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ 75-ൽ പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം ലൈബ്രറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു ആചാനബഹമായിട്ടുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എമർജൻസി ടൈമിൽ ഫ്രണ്ട് പേജിൽ മലയാളം ഇതല്ല, കരീംലാല അറസ്റ്റഡ്. ആ മനുഷ്യനായിരുന്നത്. ആ 17 വയസ്സിൽ എൻ്റെ ഗുണ്ടാസിനെ ഞാൻ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ തിരിച്ചു വന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. എന്നിട്ടാണ് മൂപ്പരായിട്ട് സംസാരിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം. അപ്പോൾ അതെന്താ ചരിത്രം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ കുട്ടമാനെ അവിടെ പോയിട്ട് ബോംബെ പോയിട്ട് പട്ടാളത്തിലേക്ക് ചേർന്നപ്പോൾ ലീവിന് പോകുമ്പോൾ കത്തെഴുതി പോകുമ്പോൾ അത് നീ പേഴ്സണലായിട്ട് കാണുമ്പോൾ പറയാമെന്ന്. അങ്ങനെ അന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇവർ ഹാജി മസ്താൻ, കുട്ടമാമ്മ ഇവരൊക്കെ ആദ്യത്തെ ഒരു ലോട്ട് ബോംബെയിൽ എത്തിയിരുന്ന പാർട്ടീസായിരുന്നു. അപ്പോൾ കരീംലാല ആൻഡ് ഹാജി മസ്താൻ ആൾ സ്മഗ്ലിംഗ് ഇതിലും, അതുപോലെ തന്നെ വരദരാജ പെരുമാൾ എന്ന് പറയുന്ന ഈ ഗ്യാങ് ടാക്സിയും അതും ഇതൊക്കെ ആയിട്ട് ഉണ്ടായ സുഖേടാണെന്ന് അമ്മാമ്മ വന്ന് ഹോട്ടൽ പരിപാടി തുടങ്ങി. പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ട്. അങ്ങനെ ഒരു ചാപ്പാട് കഴിക്കാൻ വന്നതാണ് ഈ രവീന്ദ്രനായിട്ടുള്ള ഉടക്കൽ. ഈ ഗുണ്ടായിസം എന്ന് പറയുന്നത് എന്താണ്? അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റവനെ പേടിപ്പിച്ച് നിർത്തുന്നിടത്തോളമാണോ നീ ഗുണ്ട. എന്ന് നിന്നോടുള്ള പേടി മാറുന്നു അന്ന് നിൻ്റെ ജോലി പോയി. ഇതാണ് ഗുണ്ടാസ് പറയുന്നൊരു കാര്യമുണ്ട്. ശരിയാണ്. കരീംലാല എന്ന് പറഞ്ഞ് പേര് കേട്ടിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവനെ തൊടില്ല. എനിക്കെന്ത് കരീംലാല നമ്മളറിയില്ല. ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു എൻകൗണ്ടർ അവിടെ ഉണ്ടായി. ഒരുപക്ഷെ അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് അമ്മാവൻ പറയായിരുന്നു, എടാ നിൻ്റെ 18 വയസ്സാവട്ടെ, നിന്നെ പാസ്പോർട്ട് എടുത്തിട്ട് ദുബായിക്ക് പറഞ്ഞയക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള അറിഞ്ഞില്ല. ഒരുപക്ഷെ അങ്ങനെ പോയിരുന്നെങ്കിൽ ഞാനിന്ന് ദാവൂദിനേക്കാൾ വലിയ സംഭവമായി മാറിയിരുന്നേനെ. കാരണം അവനെയൊക്കെ ബുദ്ധിയുണ്ട് എനിക്ക്. പക്ഷേ ഇതൊക്കെ യോഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു വഴി പറഞ്ഞിട്ടുണ്ട്, അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിൽ പറയുന്നത് ദൈവമായിട്ട് ഒരുത്തം വരുന്നു, ഒക്കെ ജയിലിൽ പോകാനുള്ള യോഗമില്ല, അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഓടിക്കുന്നു. എന്തേ മറ്റുള്ളവരെ അവൻ പിടിച്ച് ഇങ്ങോട്ടാക്കാഞ്ഞത്? ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ യു സ്റ്റാർട്ട് ബിലീവ് ഇൻ യുവർ ഫെയ്ത്ത്. യു മൈറ്റ് സേ ദാറ്റ് ഓക്കെ ഗോഡില്ലാന്ന്. പക്ഷെ പലയിടത്തും ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെറിയച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അവിടെ ഒരു വേക്കൻസി ഉണ്ട്, നീ പാസ്സായാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞു. പോയപ്പം കോമ്പറ്റീഷനില്ല, ഒരാളല്ലേ ഉള്ളൂ. കറക്റ്റ് വെയിറ്റ് 52. ഈ 1 മാസം കൊണ്ട് ഈ ഹോട്ടൽ ചാപ്പാട് കൊണ്ട് 52 കിലോ വെയിറ്റ് ആയിട്ടുണ്ട്. ഹൈറ്റും വെയിറ്റും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ചെസ്റ്റ് 30 അന്ന് വേണ്ടത് 32-34. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ സെലക്റ്റായിട്ട് ഒരു പട്ടാളക്കാരനായിട്ട് നാസിക്കിൽ പോയി ജോയിൻ ചെയ്യുന്നു. അവിടെയും തുടക്കം തൊട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഈ ഒന്നിനെയും ഒരിക്കലും അല്ല അതെന്താവും എന്ന് ഞാൻ ചിന്തിക്കില്ല. അതിന് ശേഷം പിന്നെ നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ്. അങ്ങനെ
ചെന്ന വഴിക്ക് ഒരാഴ്ചയ്ക്ക് അകത്ത് അവിടെ ഒരു അടി നടന്നു, പട്ടാള ഒരു സീനിയറായിട്ട്. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, അയാൾ ചെയ്തിട്ടുള്ള അട്രോസിറ്റിക്ക് നമ്മൾ പ്രതികരിച്ചാലും ഓക്കെയാണ്. പക്ഷെ അവിടെ ഞാൻ എന്ത് ചെയ്തു, നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് സീനിയർ ഓഫീസറിന് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് ഞാൻ 10 മലയാളീസിൻ്റെ അവരെ കൊണ്ടൊക്കെ സൈൻ ചെയ്തു. അത് യൂണിയനിസമായി പട്ടാളത്തിൽ. അതാണ് അവർ സീരിയസ് ആയിട്ട് ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. നമ്മളറിയുന്നില്ല അതൊന്നും. അങ്ങനെ മാർച്ചപ്പ് നടക്കുന്ന ഈ 12 പേർക്ക് മലയാളീസിന്. അപ്പോൾ ഈ 12 പേരുടെയും റിലേറ്റീവ്സ് അവിടെ ഇൻസ്ട്രക്ടേഴ്സും അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആ വേക്കൻസിയിൽ പിള്ളേരെ കൊണ്ടു ചേർത്തിരിക്കുന്നത് ഇവനെടുത്ത കാര്യം വരെയൊക്കെ ജോലി വാങ്ങും നിൽക്കുക പോവാണ്. അങ്ങനെ ലാസ്റ്റ് മാർച്ചപ്പ് എൻ്റെ നടക്കുകയാണ്. നാളെ ഞങ്ങൾക്ക് പെട്ടിയും തൂക്കി എനിക്ക് പട്ടാമ്പിക്കും വരാൻ, ബാക്കിയുള്ളവർക്ക് തിരുവല്ല ചങ്ങനാശ്ശേരി വഴി. അങ്ങനെ എന്നെ ഓഫീസിലേക്ക് മാർച്ചപ്പ് ചെയ്യുമ്പോൾ സിഒ ഇരിക്കുന്നുണ്ട്, ഒരു സർദാർ. അപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ പിറകിൽ ബോർഡുണ്ടാവും പഴയ സിഒസിൻ്റെ ഒക്കെ. അതിലെഴുതിയിരിക്കുന്ന ലാസ്റ്റ് പേര് ലഫ്റ്റനന്റ് TMS നായർ. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറിയച്ഛൻ്റെ ഭാര്യയുടെ അമ്മാവനാണ്. ദാറ്റ് മൈ അങ്കിൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. ഇയാളെന്തൊന്നുമില്ല. അപ്പോൾ തിരിച്ചു ദാറ്റ് TMS നായർ. അപ്പോൾ TMS നായർ അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയിട്ട് കുറച്ചൊന്ന് അയാളെന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ മറുപടി പറഞ്ഞു. ഹിന്ദിയും ഇംഗ്ലീഷൊന്നും ഫ്ലുവൻ്റ് ആയിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് മൂപ്പർ എന്നെ പോകാൻ പറഞ്ഞ് ബാക്കിയുള്ളവരുടെയൊക്കെ മാർച്ചപ്പം നിർത്തി. ഈ ബാക്കി 12 പേരുടെയും അന്നത്തെ ഇൻ്റർവ്യൂ നിർത്തി. പിറ്റേ ദിവസം കാലത്ത് നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം രാത്രി ഈ TMS നായരും കേണൽ ആൽപ്പാ സിംഗും വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഇങ്ങനെ രാത്രി വിളിച്ച് ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനൊരു സാധനമുണ്ട് നിൻ്റെ മരുവനാന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം പറയുന്നത് അച്ഛൻ്റെ പേരൊന്ന് അതായത് യെസ് അവർ ഓക്കെ. പിറ്റേ ദിവസം എന്നെ ഫ്രീ ആയിട്ട് വിട്ടു. ഞാൻ അടിച്ച ആൾക്ക് കോർട്ട് മാർഷലായി. കാരണം അയാൾ സീനിയർ എന്നെ അടിച്ചു എന്നുള്ളതായി തിരിച്ചു. അപ്പോൾ ഈ യൂണിയൻ പരിപാടി മാറി. കാരണം പറഞ്ഞ് കമ്മ്യൂണിസമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു ഫാമിലിക്ക് എന്നുള്ളത്. അതോടെ നമ്മളെ രക്ഷപ്പെട്ടു. ഞാൻ വെച്ചാൽ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ പട്ടാളത്തിൽ ചേർക്കില്ലായിരുന്നു. അത് വളരെ കൃത്യമായിട്ടുള്ള അൺറിട്ടൺ ലോ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഇല്ല, ഇപ്പോഴും ഉണ്ട് ഒരു അൺറിട്ടൺ ഈ സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നെ സ്പോർട്സും കാര്യമൊക്കെ ആയിട്ട് വിത്തിൻ 3 years ഞാൻ തന്നെ പഠിച്ച് 10ാം ക്ലാസ്സും പാസ്സായി. അവിടെ ഇരുന്നുകൊണ്ട് പ്രീ ഡിഗ്രി ആർമി ഹയർ സെക്കൻഡറി പാസ്സായി. BA ഫസ്റ്റ് ഇയർ ഞാൻ മൂന്നാമത്തെ വർഷം എൻ്റെ സർവീസ് ആകുമ്പോഴത്തേക്കും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓഫീസർ ടെസ്റ്റിനിരുന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ഇൻ്റർവ്യൂ SSBക്ക് പോയി ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ. എവറിത്തിങ് ക്ലിയർ ആൻഡ് വിത്തിൻ 3.5 years ഐ ബിക്കം എൻ ഓഫീസർ. അവിടുന്നാണ് ഈ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓഫീസർ ആവാതെ യു ആർ നോവർ, ഈ അവൽദാരായിട്ട് ഇങ്ങനെ പോകും. ബട്ട് ദെൻ വെൻ യു ഗോട്ട് ദ ഡ്രൈവ് ടു ഡു സംതിങ് യു ഗോട്ട് ടു ബിക്കം എൻ ഓഫീസർ. To become an officer you got to have the qualification. But what is my qualification? 10ാം ക്ലാസ്സും ഗുസ്തി. അതും ഫുള്ളില്ല, പാസ്സായിട്ടുമില്ല. തോറ്റ സബ്ജക്റ്റ് ഏതാണ്? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ബാക്കിയൊക്കെ പാസ്സായിട്ടുണ്ട്. ലാംഗ്വേജ് മുഴുവൻ ഫെയിലാണ്. അപ്പോൾ ഇത് കമ്പാർട്ട്മെൻറ്റിൽ എടുത്താൽ നമുക്ക് കോളേജിൽ പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ആർമി ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യുന്നു. എന്തിനാ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നുള്ളതൊക്കെ ഇവിടുന്നൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ രാവും പകലിരുന്ന് പഠിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ കള്ളുപിടിക്കാൻ മറന്നു. ഈ പട്ടാളത്തിൽ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ കള്ളുപിടിക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ ബാരക്കിൽ ഫുൾ സൈലൻസ് ആയിരിക്കും. നമുക്കിരുന്ന് പഠിക്കാം, 2 മണിക്കൂർ സുഖമായിട്ടിരുന്ന് പഠിക്കാം. ലൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും കിച്ചണിൽ പോയി ഞാൻ വല്ലതും കിട്ടുന്നതൊക്കെ വാരി ചാപ്പാടിനോട് അങ്ങനെ വലിയ ഭ്രമമൊന്നും ഉണ്ടായത്, എന്തായാലും കിട്ടിയാൽ മതി. അങ്ങനെ ആ ഒരു 2-3 വർഷത്തിൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് മെയ്ഡ് മീ ആൻ ഓഫീസർ. അക്കാഡമിയിൽ പോകുന്നു, 4 വർഷത്തെ അവിടുത്തെ ട്രെയിനിങ്, ഗ്രാജുവേഷൻ BA അവിടെ നിന്ന് കിട്ടും. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ കൊടുക്കുന്ന 2 സ്ഥലങ്ങൾ NDAയും ACCയും മാത്രമാണ്. ബാക്കിയൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് JNU യൂണിവേഴ്സിറ്റിയുടെ. ഇത് മാത്രമേ ഉള്ളൂ BAയും BSCയും ഇവർ ഗ്രാജുവേഷൻ കൊടുക്കുന്നത്. NDAയ്ക്കും കൊടുക്കും, ACCയ്ക്കും കൊടുക്കും. ACC എന്ന് പറയുന്നത് ആർമി കേഡറ്റ് കോളേജ്, ജവാൻസ് എന്ന് പോകുന്നു. അതേ സിലബസ് തന്നെയാണ് NDAക്കാരും പഠിക്കുന്നത്. പക്ഷേ ഞങ്ങളുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏജ് കുറവായിരിക്കും, ഞങ്ങൾ കുറച്ച് മൂത്ത സാധനങ്ങളായിരിക്കും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും 23 വയസ്സായിരിക്കും. അവർ ജോയിൻ ചെയ്യുന്ന ലാസ്റ്റ് ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരൊക്കെ ജനറലും ചീഫൊക്കെ ആവും. നമ്മൾ ഏജ് വയസ്സ് കൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു ബ്രിഗേഡിയർ, മേജർ ജനറൽ മാക്സിമം. അപ്പോൾ അത് ഏജ് കട്ടായിപ്പോവും.
അങ്ങനെ ഓഫീസറാവുന്നു. 85 ഐ പാസ്ഡ് ഔട്ട്. അത് കഴിഞ്ഞ് 88 ആയപ്പോഴത്തേക്കും, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐ യൂസ് ടു ബി എ ഗുഡ് പോൾ വോൾട്ടർ. ഞാൻ പോൾ വോൾട്ടർ സർവീസസ് നാഷണലൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ ഈ ഷൈനി വിൽസൺ, പി ടി ഉഷയായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷൈനി ആൻഡ് ഗ്യാങ് വി വർ ഗുഡ് ടീംമേറ്റ്സ്. ഷൈനിയും വിൽസണും ഹസ്ബൻഡും എന്ന് പറഞ്ഞാൽ ഇപ്പം കസ്റ്റംസിൻ്റെ റോയ് ഉണ്ട്, ഇവരൊക്കെ ജൂനിയേഴ്സായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ സ്പോർട്സും കൂടി ആയപ്പം ഫിസിക്കലി ഡാം ഫിറ്റാണ്. അങ്ങനെയാണ് 88 ഐ ഗെറ്റ് എ കോൾ ഫ്രം NSG ഐ ടോപ്പ് ദ ഫിസിക്കൽ ആൻഡ് ഫയറിംഗ് വൈസ് നോക്കുമ്പോൾ അവിടെ 256 ഐ ടോപ്പ് ദ കോഴ്സ്. നാച്ചുറൽ ബിൽഡ് ആയിരുന്നു. പിന്നെ അവർ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഡോസിയർ നോക്കും. അപ്പോൾ ഡോസിയർ നോക്കുമ്പോൾ എൻ്റെ ഡോസിയറിനകത്ത് ഫിസിക്കലി എല്ലാ സ്വിമ്മിങ് സർവീസസ് നാഷണൽ പോയിട്ടുണ്ട്, ഹാൻഡ് ബോൾ കളിക്കുന്നുണ്ട്, അത്ലറ്റിക്സ്, പോൾ വോൾട്ടും. ഈ 3 വിഷയങ്ങളിൽ നമ്മൾ ഫിസിക്കലി ഡാം ടഫാണ്. പിന്നെ ബാക്കി കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള കോഴ്സുകളൊക്കെ നോർമലാണ്. പക്ഷേ ഇത് അവിടെ നോക്കുന്ന ഫിസിക്കൽ ടഫ്നെസ് ഉണ്ട്. അതിൽ ഐ വാസ് ഡൂയിങ് വെൽ. അങ്ങനെ യുവർ നെയിം ഗോസ് ഫ്രം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ടു NSG. ബട്ട് മൈ കേസ് വാട്ട് ഹാപ്പൻ, NSGന്ന് ദേ റിക്വസ്റ്റഡ് ഫോർ മൈ നെയിം ഫ്രം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പോൾ വോൾട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ DG NSG അവിടെ വാക്കിന് വന്നിട്ടുണ്ടായിരുന്നു നെഹ്റു സ്റ്റേഡിയത്തിൽ. അദ്ദേഹത്തിന് അവിടെ ആരോ പറഞ്ഞത് ആർമി ഓഫീസറാണ്, ഒരു ക്യാപ്റ്റനാവും പോകുന്നുള്ളൂ. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു NSGയിൽ വരണമെന്ന്. അപ്പോൾ ഞാനൊന്ന് മടിച്ചിട്ട്, ഇറ്റ്സ് ടു ടഫ് നോ സാർ, നോ യു ആർ ടഫ്. അപ്പോൾ എൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു, ഒരു 40 കിലോമീറ്റർ സ്പീഡ് മാർച്ച് എന്നൊരു സംഭവമുണ്ട്. 40 കിലോ തോളത്ത്, പിന്നെ ഈ 2.5-3 കിലോൻ്റെ MB5, ഇതെല്ലാം കൂടെ ആയിട്ട് 45 കിലോ വെയിറ്റും തൂക്കിയിട്ട് 40 കിലോമീറ്റർ 5.5 മണിക്കൂറിൽ ഓടിയെത്തണം. പുറത്തെ തൊലി മുഴുവൻ പോകും, കാലിലൊക്കെ സ്പ്ലിറ്റ്. ഞാൻ പറഞ്ഞു വേണ്ട, അത് പറ്റില്ല എന്നുള്ളത്. അതിന് മുന്നേ 16 കിലോമീറ്റർ ഉണ്ട്, 24 കിലോമീറ്റർ ഉണ്ട്, 32 കിലോമീറ്റർ ഉണ്ട്. ഓരോ സെക്കൻഡ് വെള്ളിയാഴ്ചയും ഈ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈവനിങ്ങിൽ. അപ്പോൾ 40 കിലോമീറ്ററും ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ പേര് വന്നപ്പോൾ ശരി, രണ്ടും കളിച്ച് പോയി. ദെൻ ഐ വാസ് ടോപ്പിംഗ് ഇൻ ഓൾ ദ ഫിസിക്കൽ ആൻഡ് ഫയറിംഗ് വൈസ് എല്ലാം. 8ാമത്തെ ആഴ്ച ഇതുപോലെ ഈ 40 കിലോമീറ്റർ സ്പീഡ് മാർച്ച് വന്നപ്പോൾ ഞാൻ ഓൾറെഡി ടോപ്പറാണ്. ഇത് പാസ്സായില്ലെങ്കിൽ ഞാൻ ടോപ്പറാണ്, അത്രയും ഹെഡാണ് ഞാൻ പോകുന്നത്. ഞാനത് പോവില്ല. അങ്ങനെയാണ് 4ാമത്തെ കിലോമീറ്റർ ഞാൻ നിൽക്കുന്നു. പക്ഷെ അവിടെയാണ് ആ ഒരു മുക്തിയാർ സിംഗ് എന്ന് പറയുന്നൊരു JCO എന്ന സുവിധാ മേജർ വന്നിട്ടുള്ളത്. आपने करना है, आप तो ठीक है, ഇതില്ലെങ്കിൽ നിങ്ങൾ പാസ്സാവും. പക്ഷെ നാളെ നിങ്ങളിപ്പോൾ ആ മുന്നിൽ പോയിരിക്കുന്ന 10-250 ആൾക്കാരുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 30 എണ്ണത്തിനെ കമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. അവന്മാർ ചോദിക്കുകയാണ് 40 കിലോമീറ്ററിൻ്റെ കാര്യം പറയുന്ന സമയത്ത്, സാബ് എന്ത് 40 കിലോമീറ്റർ എന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഞാൻ മമ്മൂക്കാൻ്റെ പടത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പിറകിൽ നിൽക്കുന്ന സാധനത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനെ പിടിച്ച് മുമ്പിലേക്ക് ഇടാൻ നോക്കുക, മുമ്പിലത്തെ കാര്യം നോക്കരുത്. അങ്ങനെയാണ് പറയുന്നത്. പീച്ചെ വാല ടാങ്കോ ആകെ ഇടാലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പീച്ചെ വാല ടാങ്കോ ആകെ ഇടാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു, പിന്നെ ഈ കാല് പിറകിലുണ്ട്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഇതും വെച്ച് ഞാൻ പിന്നെ ഈ സാധനം വെച്ചിട്ട് പോയി. രാത്രി ആരൊക്കെ ക്രോസ് ചെയ്ത് ഗേറ്റിനകത്ത് കയറിയപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഫസ്റ്റ് ലോട്ടിൽ 4 പേര് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് എൻട്രി ചെയ്തത്. തോ ലൈഫ് ഒരിക്കലും ഫെയിൽ എന്നുള്ളത് എനിക്കൊരു പേടിയുള്ള കാര്യമല്ല. റീകോൾ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ളതാണെങ്കിൽ എൻ്റെ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുരുങ്ങിയ ഒരു 5 കാലറി മെഡൽ വെച്ചത് നോക്കണം. ബട്ട് ഐ വാസ് എ പേഴ്സൺ ഈവൻ നൗ ഓൾസോ. എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, വൈ യു ഡോണ്ട് ടെൽ ഓൾ ദിസ് തിങ്സ്. ഞാനിങ്ങനെ ചെയ്യും, പോവും. രാജീവ് ഗാന്ധി അതൊക്കെ വധക്കേസ് കഴിഞ്ഞിട്ട് എനിക്കതിൽ മെഡലൊന്നുമില്ല. അവിടെ ഗോഡി വീർ ചക്ര കീഴ് ചക്ര, അത്രയും വലിയ ഓപ്പറേഷനാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം കുറേ ആളുകളെ നമ്മൾ സയനൈഡിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നവനെ സയനൈഡ് പിടിച്ച് വലിച്ചിട്ട് അവനെ ജീവനോടെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര റിസ്കി സംഭവങ്ങളാണ്. പക്ഷെ അതിന് നമ്മൾ എഴുതി കൊടുക്കണം ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ട്. എനിക്കതിന് സമയമില്ല, പോയി. ദിസ് വാസ് മൈ കൈൻഡ് ഓഫ്. ഇപ്പോഴാണ് ആൾക്കാർ കാണുമ്പോൾ ഈ മറ്റേ ഹണ്ട് എന്നുള്ള സീരീസ് വരുമ്പോഴാണ് ഈ ക്യാപ്റ്റൻ രവീന്ദ്രനാണ് ഈ മേജർ രവി എന്നുള്ളത് മലയാളീസ് പോലും അറിയുന്നത്. അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻ IK രവീന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാച്ച്മേറ്റ്സിനൊക്കെ അറിയാം. എൻ്റെ ബാച്ച്മേറ്റ്സ് പോലും ചോദിക്കുന്നത് ഒബേ സാലെ തൂ താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പതാ നീ യാർ ഈ കണക്ഷൻ നീ ഓറാ താ. അപ്പം
നമ്മൾ പണിയെടുക്കും പോവും. ഇവിടെ പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഇവിടെ പാർട്ടിയിലൊക്കെ ചേർന്നപ്പോൾ അത് ചെയ്ത് 1.5 കൊല്ലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഒരു കാർഡ് ഞാൻ അടിച്ചിട്ടില്ല. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു കാർഡ് അടിച്ചിട്ട് പലരെയും കാണാൻ ഡൽഹിയിലെ കോറിഡോറുകളിൽ ഇങ്ങനെ നടക്കുന്ന കാർഡും കൊടുത്തുകൊണ്ടൊക്കെ. ഞാൻ ആ ഡൽഹിക്ക് 1.5 വർഷം പോയിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമുക്ക് വരാനുള്ളത് വരും. പത്മശ്രീക്ക് എന്തിനാ അത് വരേണ്ടത് വരും, അത്രയേ ഉള്ളൂ. സോ ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ ആഡ് ക്രിസ്മസ് ഈവ്, കാരണം ഫ്രീക്ക് ഔട്ടായിരുന്നു. എപ്പോൾ പോയാലും എന്തെങ്കിലും ഒന്നിനെ രണ്ടിനെ തട്ടാനുള്ള ഒരു ഓപ്പറേഷൻ കാണും. അത് NSG ഓപ്പറേഷൻസിൻ്റെ പറയാം. NSG എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ബേസ് ഡൽഹിയിലാണ്. ഡൽഹി എന്നാൽ മാനേസറിൽ. മാനേസർ ഇസ് അബൌട്ട് 40 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ഡൽഹി പാലം എയർപോർട്ടിൽ നിന്ന്. അവിടുന്ന് അപ്പം ഇവിടെ ഉള്ളത് എപ്പോഴും NSGയുടെ 1, 2, 3 സ്ക്വാഡൻസിൽ 51 സ്ക്വാഡൻ്റെ ഒരു സ്ക്വാഡൻ വിൽ ബി ദ അലർട്ട് സ്ക്വാഡൻ എന്ന് പറയും. അപ്പോൾ അലർട്ട് സ്ക്വാഡനിലും ഒരു അലർട്ട് ടീം എന്ന് പറയും. അലർട്ട് ടീം എന്ന് പറയുന്നത് 30 പേരും ഓഫീസറുമാണ്. ഈ ടീമിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും ബാഗും ഒരു കിറ്റും ഒരു ബസ്സിനകത്ത് മുകളിൽ ഫുൾ ലോഡ് ചെയ്ത് ടാർപ്പാളിൽ വെച്ച് കെട്ടിയിട്ടുണ്ടായിരിക്കും. എവിടെ പോകണമെങ്കിലും നിങ്ങളുടെ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ തോക്ക് മാത്രം എടുത്തിട്ടങ്ങ് പോയാൽ മതി. ബാക്കി നിങ്ങളുടെ ഷൂസ്, ബ്ലാക്ക് ഡാങ്കറി, ബുള്ളറ്റ് പ്രൂഫ് എല്ലാം അതിനകത്തുണ്ടായിരിക്കും. ഹെൽമെറ്റ് ഒരു കിറ്റാണ്. ഈ 40-30 കിറ്റും അതിനകത്തുണ്ടായിരിക്കും. എക്സ്പ്ലോസീവ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ കിറ്റ് ചെയ്ത് അതാണ് അലർട്ട് ടീം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഓപ്പറേഷൻ ഇത് വരികയാണെങ്കിൽ ഓൾറെഡി NSG ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന് കോൾ വരും, അലർട്ട് ടീം ഗെറ്റ് റെഡി, മൂവ് ടു എയർപോർട്ട്. മൂവ് ടു എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഗേറ്റിൻ്റെ പുറത്ത് പോകേണ്ടത് 20 മിനിറ്റിനകത്താണ്. യു ഷുഡ് ബി ഔട്ട് ഓഫ് ദ ഗേറ്റ്. അപ്പോൾ ഞങ്ങളുടെ 51 SAGയിൽ നിന്ന് ഈ ഗേറ്റിലോട്ട് വരാൻ 1 കിലോമീറ്റർ 200 മീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇവിടുന്ന് അലർട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലും അടിച്ചു കഴിഞ്ഞാൽ ഈ കിടന്നുറങ്ങുന്ന ആളുകൾ മുഴുവൻ ഏത് ഡ്രസ്സിലാണോ അല്ല നേരെ കയറി ബസ്സിലും കയറിയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ കിറ്റുന്ന ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നത്. അപ്പോൾ 20 മിനിറ്റിനകത്ത് ബസ് പുറത്തേക്ക് പോകണം. അത് ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതില്ലെങ്കിൽ എവറി വൺ വിൽ ബി ക്വസ്റ്റ്യൻ. സോ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പാലം എത്തുന്നവർക്ക് 40 കിലോമീറ്റർ ഉണ്ട്. ബസ് പറപ്പിക്കുന്നു, ഇതിനകത്തെല്ലാം ഡ്രസ്സും ചെയ്ത് നമ്മൾ റെഡിയായി നേരെ ഫ്ലൈറ്റിനകത്തോട്ട് കയറുന്നു, ബ്ലാക്ക് ഡാങ്കരിയും ബുള്ളറ്റ് പ്രൂഫ് എല്ലാം ആയിട്ട്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ ഡിസിപ്ലിൻ. ഒരു 1 hour 1 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കും മാനേസറിൽ നിന്ന് വന്നിട്ട്. പിന്നീട് അവരെന്ത് ചെയ്തു വെച്ചാൽ മാനേസറിന് ഈ അലർട്ട് ടീമിനെ പാലത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അലർട്ട് ടീം വന്നിട്ട് പാലത്തിലവിടെ വന്നിരിക്കും. 52 SAG ഉണ്ട് അവിടെ. അത് ആൻറ്റി ഹൈജാക്ക്. അപ്പോൾ അത് പിന്നെ കുറേ കംഫർട്ടബിളായി. മറ്റത് ഈ അന്നൊന്നും ഇങ്ങനെ ഡബിൾ ഹൈവേ ഒന്നുമല്ല, ഒരു സിംഗിൾ റോഡ് വെച്ചിട്ടായിരുന്നു. അതിനെപ്പോഴും ഇടി ബസ്സിനെ അടിച്ച് മറ്റടിച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം എല്ലാം സ്മൂത്തായിട്ടുണ്ട്. എയർക്രാഫ്റ്റ് വിൽ ബി ഓൾവേസ് പ്ലേസ്ഡ് ദർ ഇൻ ദ പാലം എയർപോർട്ട്. ഈ പ്രൈം മിനിസ്റ്റർ കയറി പോകുന്ന ഒരു സ്ഥലമുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ടെക്നിക്കൽ ഏരിയ എന്ന് പറയും. അവിടെ നമുക്ക് വേറെ ഗേറ്റാണ്. ആ ഗേറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് വന്ന് ഈ ഫ്ലൈറ്റിനകത്ത് IL-76 കയറുക. ചിലപ്പോൾ നമ്മൾ ജിപ്സി അടക്കം അതിനകത്തോടെ കയറ്റി കൊണ്ടുപോകും, 2-3 ജിപ്സികളൊക്കെ. ഇതാണ് ഒരു NSGയുടെ ഒരു ഓപ്പറേഷൻ. അങ്ങനെ പലപ്പോഴും നമ്മൾ പഞ്ചാബിലും കാശ്മീരിലും വി വർ ലിറ്ററലി ഫ്രീക്കിംഗ് ഔട്ട്. കാശ്മീർ തുടങ്ങിയിരിക്കുന്നത് 89 ജനുവരി റുബയ്യ സെയ്ദീസ് കിഡ്നാപ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് NSGനെ വിളിക്കുന്നത്. ഞാൻ ജോയിൻ ചെയ്ത് 88 സെപ്റ്റംബർ ഒക്ടോബറിൽ. 89 ജാനുവരി 7th or 8th ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയും കൊണ്ടിട്ട് അവിടെ എത്തുന്നത്. എത്തി അന്നാണ് ഞാൻ ഇവിടെ മെസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നിന്ന് അവിടെ പോകുന്നു. അവിടുന്ന് ഓർഡർ വരുന്നു, റുബയ്യ കിഡ്നാപ്ഡ്, ത്രിൽഡ്, ഗോൺ. നമുക്ക് യൂസ്ഡ് അല്ല, നമ്മൾ ഈ കല്യാണം കഴിച്ചു എന്നുള്ളതൊന്നും ഓർക്കില്ല. മുഫ്തിന്റെ മോള് ഇവളെന്നെ കിഡ്നാപ്പ് ചെയ്ത് പോയി എന്നും പറയാം. നമ്മൾ ത്രില്ലാണ്, കാരണം ട്രെയിനിങ് കഴിഞ്ഞു. ഇപ്പം കറക്റ്റ് ലൈവ് ഒരു കമാൻഡോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിലാകത്തില്ല. വെച്ചാൽ നമ്മൾ ഇത്രയും ഹാർഡ് ട്രെയിനിങ് ചെയ്തിട്ട് ഒരു ലൈവ് ബുള്ളറ്റ് വെച്ചിട്ട് ഒരാളെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ട്രെയിനിങ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇത്രയും ഹാർഡ് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ത്രില്ലെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്പെറ്റ്നാസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. സ്പെറ്റ്നാസ് എന്ന് പറയുന്നത് വേൾഡിലത്തെ ബെസ്റ്റ് കമാൻഡോസാണ് റഷ്യയുടെ. KGBയുടെ അണ്ടറിൽ വരുന്ന സ്പെറ്റ്നാസ്. അവരെക്കുറിച്ച് അറിയേയില്ല. നിങ്ങൾ മൊസാദിനെ കുറിച്ച് കേട്ട് കാണും, മറ്റേ SAS കുറിച്ച് കേട്ട് കാണും. സ്പെറ്റ്നാസിനെ കുറിച്ച് കേൾക്കുകയില്ല. എടുത്ത് റെഫർ ചെയ്യൂ, കിട്ടും. ദേ ഗോ ത്രൂ ദ ബ്ലഡി ഹാർഡസ്റ്റ് ട്രെയിനിങ്.
മരണം 20% അവരുടെ ട്രെയിനിങ്ങിൽ റഷ്യൻസിൻ്റെ. അത്രയും ടഫാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ടോപ്പറിനെ എന്ത് ചെയ്യുന്നത് ഒരു ഓഫീസറാക്കും. ഹീ വിൽ ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ് നോ. ഓഫീസറായ അവൻ ഓഫീസിലിരിക്കണം. അപ്പം അവൻ പറയുന്നൊരു കാര്യം എന്താണ്, ഇത്രയും ഇത് കഴിഞ്ഞിട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഓപ്പറേറ്റ് ഓൺ ഗ്രൗണ്ട് വൈ ഷുഡ് ഐ സിറ്റ് ഇൻ ദ ബ്ലഡി ഓഫീസ് എന്ന് ദേ റെഫ്യൂസ്. ഇതേ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നോക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കില്ലിങ്ങിൻ്റെ ഒരു, ഇപ്പം നിങ്ങളൊരാളെ കൊല്ലാൻ പറഞ്ഞാൽ അയാളോട്ട് തിങ്ക് ട്വൈസ്. അന്നത്തെ എന്ന് പറയുന്നത് ഡ്യൂട്ടി ബൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട്, അപ്പോൾ ഇതാണ് റുബയ്യ സെയ്തി കിട്ടി. എങ്ങനെയൊരു എൻകൗണ്ടർ ഉണ്ടാവും കാശ്മീരിൽ, വിൽ ഹാവ് എ ഗുഡ് ടൈം. അവിടുന്ന് പോയി 3 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇവിടുന്ന് 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവന്മാർ പെർമിഷൻ തരില്ല എന്നുള്ളത്. നമ്മൾ സ്ഥലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. കുപ്വാടയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്ത് ഇവന്മാരുടെ ഹൈഡ് ഔട്ടും അവരുടെ വീടും ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് പെർമിഷൻ കാത്തിരുന്നു. ഡെലിംഗ് ചെയ്ത പെർമിഷൻ. കാരണം മുഫ്തി മുഹമ്മദ് സെയ്ദ് വാസ് ഹി വാസ് ഹോം മിനിസ്റ്റർ ദാറ്റ് ടൈം. അയാളുടെ അണ്ടറിലാണ് നമ്മൾ വരുന്നത്. അയാൾ പറഞ്ഞു, നോ, ദറ്റ്സ് എ റിസ്ക് ഇഫ് സംതിങ് ഹാപ്പൻസ് ടു മൈ ഡോട്ടർ. ഹെൽ വിത്ത് ദറ്റ്. നിൻ്റെ ഡോട്ടറാണ് നിനക്ക് വലുതെന്നും പറഞ്ഞ് നീ 4 പേരെ വിട്ടയച്ചു. ആ 4 പേരാണ് പിന്നീട് കാന്തഹാർ ഹൈജാക്കിൻ്റെ മാസ്റ്റർ മൈൻഡ് ചെയ്ത് അതിൽ നിന്ന് വേറെ 4 പേരെ കൊണ്ടുപോയിട്ട് അവന്മാരാണ് ഈ കാന്തഹാർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ. Once you bend in front of this, the policy of the US, no compromise, no talk with the terrorist. We should not talk. We should do what we feel like. അതാണ് ഇപ്പം മോദിജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളത് ഇത് പണ്ടും നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് ഇതുപോലുള്ള അറ്റാക്കുകൾ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താടിയുള്ളപ്പനെയാണ് പേടിയുള്ളൂ. ഇവന്മാർ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ, പണ്ട് കാർഗിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഷെല്ലിങ് എത്ര പ്രാവശ്യം നടക്കുമെന്ന് നമ്മൾ തിരിച്ചടിക്കില്ല. 96 ഞാൻ എഴുതുന്നുണ്ട് മിലിറ്ററി ഇൻ്റലിജൻസിൽ. അവിടെ ഇരിക്കുന്ന സമയത്ത് ഷെല്ലിങ് നടക്കും. നെവർ വിൽ റിറ്റാലിയേറ്റ്. കാരണം അപ്പോൾ നമ്മുടെ ഡിപ്ലോമാറ്റിക്കൽ പോളിസി മാറുമോ, അത് മാറുമോ, ഇത് മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് പോളിസി ഒന്നുമില്ല. ഏതൊരു രാജ്യമാണെങ്കിലും ശരി, ഇഫ് യു കൺട്രി ഈസ് ബീൻ അറ്റാക്ഡ് ബൈ മിലിറ്റൻസി ഓർ പ്രൈം ഒഫീഷ്യ അറ്റാക്ക് ഫ്രം ദ ബോർഡർ സൈഡ് ആണെങ്കിലും ശരി, അതിനെ റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള അവകാശവും അധികാരവും അത് ആ ബോർഡറിൽ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് കൊടുത്തിരിക്കണം. അത് അല്ലാതെ ഞാൻ ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കാമെന്ന് പറയുന്നത് ശരിയല്ല. അതാണ് ഇപ്പോൾ പേൽഗാം ഇഷ്യൂവിൽ നടന്നത്. എന്താണ്, 27th or 28th മോദിജി has given an order, the government has given an order that complete permission is given to the armed forces. Then they withdrew. പിന്നെ നിങ്ങൾ മീഡിയക്കാരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാം ആർമിയാണെങ്കിൽ മിണ്ടില്ല. അവരവരുടെ പ്ലാനൊന്നും പറയില്ല. അവർ മീഡിയ സാവിയല്ല. അവർ പ്ലാനിങ് ഒക്കെ നടത്തി, എല്ലാം നടത്തി 4ാം തീയതി രാത്രി അറ്റാക്ക് എന്നുള്ളത് തീരുമാനിച്ചു. ബട്ട് ദെൻ ഓൺലി പ്രൈം മിനിസ്റ്റർ നോസ് ആൻഡ് ദിസ് DGMO ആൻഡ് ഓൾ ദിസ് പ്ലാൻ. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. ആ ലെവലിൽ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവും. എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തേ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചില്ല. പല കാര്യങ്ങളും നിങ്ങൾ അറിയിച്ചതിൻ്റെ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ. ബോംബെ ബ്ലാസ്റ്റ് വാസ് ഓപ്പൺ ടു ദി ജേർണലിസ്റ്റ്. പക്ഷെ ആ ജേർണലിസത്തിനകത്ത് എന്ത് പറ്റി, നിങ്ങൾ കവർ ചെയ്തു, ബ്രേക്കിംഗ് ന്യൂസും ഇതെല്ലാം കവർ ചെയ്തു. പക്ഷെ ദ സെയിം തിങ് വാസ് സീൻ ബൈ ദ മിലിറ്റൻസ് ഹു വാസ് സിറ്റിംഗ് ഇൻസൈഡ് ദ ഹോട്ടൽസ്. അവർ ആ TV മുഴുവൻ ഓൺ കാണുകയാണ്. അപ്പോൾ എന്താ, മറ്റേ ബിൽഡിങ്ങിൽ നിന്ന് അവൻ ചാടി വരുന്നു കമാൻഡോസ്. അപ്പോൾ ഡേ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് മാറും. അതാണ് നമ്മൾ 3 ദിവസം എടുത്ത്, ഇല്ലെങ്കിൽ 2ാമത്തെ ദിവസം കൊണ്ടും ഫസ്റ്റ് ഡേ തന്നെ ഇവന്മാരെ ലോക്ക് ചെയ്യായിരുന്നു. പക്ഷെ അവർ ഓടി അവസാനം ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അവിടെ എത്തുന്നത് 3ാം ദിവസം എത്തിയപ്പോഴത്തേക്കും നമ്മൾ കോൺട്ര ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്തതാണ്. സോ സർട്ടൻ പ്ലേസസ് ഇറ്റ് ഹാസ് ടു ബി കർട്ടേൽഡ്. സീക്രസി ഓഫ് ദ നമ്മുടെ രാജ്യത്തിൻ്റെ സീക്രസി എന്നുള്ളത് അത് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടില്ല. സെക്യൂരിറ്റി ലാബ്സ് അല്ല പറഞ്ഞത്, ഇത് കഴിഞ്ഞിട്ടുള്ള റിപ്രിക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. സെക്യൂരിറ്റി ലാബ്സ് എവിടെയാണ് ഉണ്ടാവാതിരിക്കുന്നത്? ഇപ്പം പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിനെ കൊന്നു, സെക്യൂരിറ്റി ലാബ്സ് അല്ലേ അത്? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ലാബ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? സെക്യൂരിറ്റി ലാബ്സ് കാശ്മീരിൽ വന്നാലറിയാം, ഇറ്റ് ഇസ് വെരി ഈസി ടു കം ഇൻസൈഡ്. പക്ഷേ ആ ഒരു ഡെറ്ററൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും അവന്മാർക്കൊരു പേടിയുണ്ടായിരിക്കും. ഇപ്പോൾ ഈ 4 പേര് അടിച്ചിട്ട് പോയി, പലപ്പോഴും പലരും നിങ്ങളെല്ലാവരും ചോദിച്ചു എന്താ അവർക്കെന്ത് പറ്റി, അവരെ കിട്ടിയില്ലല്ലോ. വി വർ വെരി ക്ലിയർ ദാറ്റ് ദേ കനോട്ട് എസ്കേപ്പ് ഫ്രം ഹിയർ. ഇത് പണ്ടത്തെ കാലമല്ല. കംപ്ലീറ്റ് ഡ്രോൺസ് ആർ പ്ലേസ്ഡ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഫെബ്രുവരിയിൽ പോയ സമയത്ത് ഐ ഹാവ് സീൻ, ഞാൻ തന്നെ അന്തം വിട്ടു.
നമ്മൾ ഡ്രോൺസ് എന്ന് പറയുമ്പോൾ ഞാനെന്താ വിചാരിച്ചെന്നറിയോ, നമ്മൾ നോർമൽ ചെറിയ ഇതുവരെ ആയിട്ടുള്ളതായിരിക്കും. ഇത് ആസ് ബിഗ് ആസ് എ എയർക്രാഫ്റ്റ്. അതിനകത്ത് ബൊമ്പാഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ എല്ലാം. ഞാൻ അവളൊരു മലയാളിയായിരുന്നു. നമ്മൾ സാർ വാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ഈ കംപ്ലീറ്റ് ഗസ്റ്റിനെയും കൊണ്ടുപോയി എല്ലാം കാണിച്ച്, എന്നിട്ട് അതിൽ അവരെ മോണിറ്ററിൽ പോയിരുന്നു. അപ്പോൾ ഓൾറെഡി 4 അവിടെ കിടക്കുന്നത് LOCയിൽ. എത്ര 10,000 to 20,000 ഫീറ്റ് ഹൈറ്റിൽ പ്ലേസ് ചെയ്തിട്ടിരിക്കുകയാണ്. അവനോട് നിൽക്കുകയാണ് സ്റ്റാറ്റിക്കായിട്ട്. കംപ്ലീറ്റ് ഇവിടെ മോണിറ്ററിൽ കാണാം. എൻലാർജ് ചെയ്യുന്നത്. പാകിസ്ഥാൻകാരൻ ചാപ്പാട് കഴിക്കാൻ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അതടക്കം നമ്മൾ പിടിക്കുകയാണ്. ഈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 4 പേര് ഓൾറെഡി ഇവിടെ ഉണ്ട്. അവരെവിടെയും പോയില്ല. അവരല്ല നമ്മുടെ ടാർഗറ്റ്. ഈ 4 പേരെ ആര് പറഞ്ഞയച്ചു, അവരാണ് നമ്മുടെ ടാർഗറ്റായത്. അതിനുള്ള മാസ്റ്റർ മൈൻഡും അത് പിന്നെ പലപ്പോഴും ചോദിക്കും എന്തുകൊണ്ട് അന്ന് തന്നെ അടിച്ചില്ല. ഒരു വാറിൻ്റെ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് എ ലോങ് പ്ലാൻ. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് നടത്തുന്ന സമയത്ത് പല ലൂസൻസും കാണും ഈ LOCയിൽ. LOC എന്ന് പറയുന്നത് ലൂസൻ്റാണ്. പല ഗ്യാപ്പും ഉണ്ട്. ഈ ഗ്യാപ്പുകളെ മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യണം. ഞാൻ കാർഗിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. എത്രയോ ഗ്യാപ്പുണ്ട്. അതിൽ കൂടെയാണ് ഞാൻ പാകിസ്ഥാനിലേക്ക് ആൾക്കാരെ പറഞ്ഞയക്കുന്നത്. നമുക്കറിയാം ഈ ഗ്യാപ്പ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പ് കൂടെ മല കയറിയിട്ട് നമ്മുടെ ഇൻഫോമേഴ്സിനെ അങ്ങോട്ട് പറഞ്ഞയക്കും. എന്നിട്ട് അവിടെ കാത്തിരിക്കും ഇവൻ വരുന്നുള്ളത്. പലപ്പോഴും ഇവന്മാർ ഡബിൾ ഏജൻ്റ് ആയിരിക്കും. ഇവിടുന്ന് സാധനം അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ അവനെ അവിടെ കൊണ്ടുപോയിട്ട് ആ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇവനെ ഫുള്ള് തുണി അടക്കം അഴിച്ചിട്ട് ചെക്ക് ചെയ്താലാണ് പേപ്പറൊന്നും ഇല്ല എന്നുള്ള മനസ്സിലായി. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ ഇവനെ കമ്പിളി പോച്ചോണ്ടാ പോകുന്നത്. ഈ കമ്പിളി മടക്കുമല്ലോ, നമ്മുടെ ഈ മടക്കില്ലേ, ഇതിനുള്ളിൽ ഇവൻ പേപ്പർ തുണി കയറ്റിയിട്ടുണ്ട്. അതിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. പുതിയ മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസർ മേജർ AK രവീന്ദ്രൻ. ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ. പിന്നെ ചിലത് നമ്മൾ കൊണ്ടുപോകാം, ഗിവ് ആൻഡ് ടേക്ക്. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്നിട്ട് നമ്മൾ പാകിസ്ഥാനി കറൻസിയും കൊടുത്തിട്ടാണ് നമ്മളവരെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അപ്പോൾ അവിടെയൊക്കെ ലൂസൻസ് ഉണ്ട്. ഈ ലൂസൻസ് മുഴുവൻ നമ്മൾ ഒരു വാർ സിനാരിയോ വരുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ ആൻഡ് ഗാർഡ് ഇറ്റ്, ഡിഫെൻഡ് ഇറ്റ്. അതിന് സമയമെടുക്കും. അപ്പം അഡീഷണൽ ഫോഴ്സസ് ഹാസ് ടു കം. കാശ്മീരിൽ ഇല്ലാത്ത ഫോഴ്സ് താഴത്തുനിന്ന് മുകളിലേക്ക് എത്താനുള്ള ടൈമാണ് ഈ ഒരാഴ്ച എടുത്തത്. അതെല്ലാം കൂടെ ഇങ്ങനെ ലെവലപ്പ് ആയപ്പം 4-ാം തീയതി 22-ാം തീയതി നടന്ന അറ്റാക്കിന് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് 4-ാം തീയതിയാണ്. സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 12 days 13 days ഉണ്ട്. ഈ 13 days പ്രിപ്പറേഷനായിരുന്നു. സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു ഇനി എല്ലാം ആർമിക്ക് കൊടുക്കാം. ദാറ്റ് വാസ് ഓൺ 28th or 29th. അപ്പോൾ ഈ ആർമി വാസ് ഫുള്ളി പ്രിപ്പയർഡ്. സോ ഇതൊക്കെയാണ് ഒരു സ്ട്രാറ്റജി. പക്ഷെ നമ്മളിവിടെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ പലതും പറയാം. എനിക്ക് BJP ഇഷ്ടമല്ലെങ്കിൽ BJPനെ ക്രിറ്റിസൈസ് ചെയ്യാം, എനിക്ക് കോൺഗ്രസിനെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയും. പക്ഷെ ഞാനിതൊക്കെ അറിഞ്ഞത് ഇപ്പം ഞാൻ ഒരു BJPക്കാരൻ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് എ ഹാർഡ് കോർ ഫെനറ്റിക് ഗൈ. ഐ എം എ പെട്രിയോട്ട്. ഇഫ് BJP ഡസ് എനിത്തിങ് റോങ് ഐ വിൽ സേ യെസ് യു ഡിഡ് റോങ്. ഇപ്പം 2 ദിവസമായിട്ട് ഇപ്പം എന്നെ എല്ലാവരും കൂടെ വാ അടയ്ക്കാൻ വേണ്ടി നിർത്തുകയാണ് ഗുരുവായൂർ ഇഷ്യൂൻ്റെ മുകളിൽ. ബിക്കോസ് അതൊന്നും എനിക്ക് പറ്റില്ല. അത് ഞാൻ മനുഷ്യനായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അതിൽ ഹിന്ദു ഏത് മുസ്ലിം ഏത് ഇതിനൊക്കെ കുറിച്ച് അവർ കയറിയിട്ടുണ്ടെങ്കിൽ എത്ര നിങ്ങളറിയാതെ എത്ര ആൾക്കാർ അമ്പലത്തിനകത്ത് കയറുന്നുണ്ട് ഇല്ലേ? ആ കുട്ടീനെ അറിയപ്പെടുന്നുണ്ടല്ലേ നിങ്ങളത് അറിഞ്ഞത്. മൈ മൈൻഡ് സെറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. കൃഷ്ണൻ ഇതൊക്കെ കാണാൻ പറ്റുന്നത് ആര് കയറി ആര് കയറിയില്ല. മൂപ്പര് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങളിത് അറിഞ്ഞത് കൊണ്ട് മാത്രം മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രശ്നമല്ലേ ഇപ്പോൾ ഇത്. അപ്പം അതുകൊണ്ട് ഐ എം നോട്ട് എ ഫെനറ്റിക് പെട്രിയോട്ടിക്. ഞാൻ പെട്രിയോട്ടാണ്. അതിന് നിങ്ങളിപ്പോൾ അതിന് കൊടിയും പൊക്കി പിടിച്ച് പുത്തങ്ങ് കുറിച്ചെന്ന് ഞാൻ വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഭ്രാന്താണ് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസ് കോൾഡ് ഫെനറ്റിസം എന്ന് പറയുന്നത്. വേർ ഇറ്റ് ഈസ് റിക്വയർഡ്, യെസ്. ഒരു സിനിമാ തിയേറ്ററിൽ ജനങ്ങളവനെ കേട്ടിട്ട് ഒരാൾ എഴുന്നേറ്റില്ല, ഞാൻ പറയുന്നൊരു ചവിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അറിയാതെ വരുന്നതാണത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇത് ഭാര്യയും ഭർത്താവും കൂടി പോപ്കോൺ ഇത്രയും നേരമായിട്ട് തിന്ന് തീരാത്ത പോപ്കോൺ അപ്പം ഇതിന് കാണുമ്പോൾ ഞാൻ ചേറിൽ ചവിട്ടി. അത് ഫെനറ്റിസം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതെൻ്റെ വികാരമാണത്. പക്ഷെ അത് മീൻസ് ഈ പറഞ്ഞ എല്ലാ എന്റർടൈൻമെന്റിന്റെ ഒക്കെ മുമ്പ് ഇങ്ങനെ ഒരു നാഷണൽ ആന്തം അത് ഒരു നോട്ട് റിക്വയർഡ്. ടീക്കേ, അതിപ്പോൾ എടുത്തു കളഞ്ഞല്ലോ. മാൻഡറ്ററി അല്ല. സി ഉള്ള സമയത്ത് ഒബേ ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് എടുത്ത് കളയാൻ പറ. ദാറ്റ്സ് ഫൈൻ. അതല്ലേ ഞാൻ പറഞ്ഞു. ഐ എം നോട്ട് ഫെനറ്റിക്. പക്ഷെ ഉണ്ടെങ്കിൽ ഫോളോ ഇറ്റ്. അതിനിപ്പോൾ ഒരു നിവൃത്തിയില്ല. പിന്നെ പലർക്ക് ഈ ഭ്രാന്ത് പറയുന്ന സമയത്ത് ഐ വിൽ നോട്ട് ബി ബ്ലൈൻഡ്ലി ഫോളോയിങ് ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യെസ്, ഐ ഗോട്ട് മൈ ഓൺ ഐഡിയോളജി. അതിൽ എന്ത് നിങ്ങൾ വിചാരിച്ചാലും ശരി, എൻ്റെ രാഷ്ട്രം എന്നുള്ള രാഷ്ട്രബോധമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനകത്ത്
പലപ്പോഴും പെട്രിയോട്ടിസം കാണിച്ചിരിക്കുന്നത് BJP ആയതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിലോട്ട് അങ്ങ് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ക്യൂബനെ പ്രശംസിക്കും, അല്ലെങ്കിൽ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു ബാലകൃഷ്ണനായിട്ട് ഞാൻ ഉടക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബാലകൃഷ്ണൻ നാളല്ലേ ഇതൊക്കെ പറയാനുണ്ട്. അങ്ങനെ പാവം എൻ്റെ നല്ല ഫ്രണ്ട് സുഹൃത്തൊക്കെയായിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ലോകം പോകേണ്ട വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. It's a memorable operation. Fallen down, but still something that is challenging. ചാലഞ്ചിങ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി വധക്കേസ് തന്നെയായിരുന്നു. ബിക്കോസ് ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് ഹൗ സീരിയസ് ഇറ്റ് വാസ് എന്നുള്ളത്. സീരിയസ് എന്ന് പറയുമ്പോൾ ഒരുത്തൻ സയനൈഡ് കഴുത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനും മരണത്തിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ 3 ഇഞ്ചാണ്. ഇവിടെ നിന്നുള്ള ഈ സമയം 3 ഇഞ്ച്. ഇത് ഈ 3 ഇഞ്ചിലേക്ക് വരാൻ നോട്ട് ഈവൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈസ് റിക്വയർഡ്. ഇതിനു മുന്നേ ഞാൻ അവൻ്റെ സയനൈഡ് കയറി പിടിക്കണം, അവൻ റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ. സോ സ്റ്റെൽത്തിലി യു ഗോട്ട് ടു മൂവ്. അവൻ വീട് അടച്ചിട്ടാണെങ്കിൽ അത് ചവിട്ടിപ്പൊളിക്കുക, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്ത് കയറുന്ന സമയത്ത് സൗണ്ട്, പല ഫാക്ടറുകളും ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ കാണുന്ന സമയത്ത് അവനിത് പിടിക്കുന്നതിന് മുന്നേ അവൻ്റെ സയനൈഡ് കയറി പിടിക്കുകയാണ്. പക്ഷെ സയനൈഡ് കയറി പിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത് ഈ കുപ്പി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടാം. ഈ വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കയറാണത്. അപ്പം ചിലപ്പം കഴുത്തിൽ അത് അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും, കിട്ടില്ല. അപ്പം ഇത് വെച്ചിട്ട് പൊട്ടാം. അതുപോലും നമ്മൾ ചിന്തിച്ചില്ല. ഇപ്പം സീരീസ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് what stupidity you did have it എന്നുള്ളത്. But then that time it was your dedication. The order which you got was ജീവനോടെ പിടിക്കുക. അപ്പം അവിടെ പിന്നെ നമ്മുടെ അടുത്ത് തോക്കുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈ ജീവനോടെ പിടിക്കുക എന്ന് പറയുമ്പോൾ ടാർഗറ്റ് എന്താണ്? അവൻ്റെ സയനൈഡ് അവൻ കഴിക്കുന്നതിന് മുന്നേ ഇത് വലിക്കുക. പിന്നെ അവൻ്റെ കയ്യിൽ തോക്കുണ്ടോ? തോക്കില്ല. ആ ഒറ്റ സ്ഥലത്താണ് തോക്കുണ്ടായുള്ളൂ, ശിവരാസിൻ്റെ കയ്യിൽ. അത് ലാസ്റ്റിൽ ഒരു AK-47 ഒരു പിസ്റ്റൾ ഒരു കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും റിസ്കി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശിവരാസൻ ഓപ്പറേഷനാണ്. പറഞ്ഞ ഒരു ഫ്രസ്ട്രേഷൻ, ഐ തിങ്ക് ഓഫീസേഴ്സ് സൈഡിൽ നിന്നുള്ള ഒരു ഫ്രസ്ട്രേഷനിലേക്ക് യു കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ ഫർദർ ഓർഡേഴ്സ്. അത് ഓഫീസേഴ്സ് സൈഡിൽ നിന്നുള്ള ഫ്രസ്ട്രേഷനല്ല, ഓഫീസർ സൈഡിൽ നിന്നുള്ളതായിരുന്നു. അവിടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമിനകത്ത് ഇപ്പോൾ ഈ ഹണ്ടിൽ കണ്ട പോലെ അല്ലാതെ, ഹണ്ടിൽ ഒരു വ്യക്തിനെ ടോട്ടലി നെഗ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് രാധാ വിനോദ് രാജുവാണ്. നമ്മുടെ മലയാളി കൊച്ചിക്കാരൻ NIA റേസ് ചെയ്ത പാർട്ടിയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ത്യയിൽ തുടങ്ങിയ സമയത്ത് അത് റേസ് ചെയ്തിട്ടുള്ളത് രാജു സാറായിരുന്നു, RV രാജു. അന്ന് അദ്ദേഹം എൻ്റെ DIG ആയിരുന്നു ഈ CBI എൻക്വയറിയിൽ. ഞാനും അദ്ദേഹമായിട്ട് വളരെയധികം ക്ലോസ്, കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു VCR പ്ലെയറും അതുപോലെ തന്നെ TV ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, എടോ താനതിങ്ങനെ ഇരുന്ന് നോക്ക്, ഓപ്പറേഷൻ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് അതങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഫുൾ വിഷ്വൽ എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ഓഫ് ദ മൈൻഡ്. അത് വെച്ചിട്ടാണ് മിഷൻ 90 കറക്റ്റ് അതുപോലെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ടായി ഇത് മുഴുവൻ. ഇപ്പോൾ രാജു സാർ എന്ന് പറയുന്ന വ്യക്തി, ഹി വാസ് എ ഡെഡിക്കേറ്റഡ് പേഴ്സൺ. ഹിസ് വൈഫ്, അവർ ഇവിടെ മഹാരാജാസ് കോളേജ് വലിയ ഫേമസ് ലവ് സ്റ്റോറി ആയിരുന്നു. അച്ചാമ്മയും രാജു സാറും തമ്മിലുള്ള, രാജു സാറ് കൊങ്കണിയാണ്, മട്ടാഞ്ചേരി സൈഡിൽ. ഇവരൊരു ക്രിസ്ത്യൻ ലേഡിയാണ്. അവരൊരു മമ്മൂക്കാൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ് രാജു സാർ. മമ്മൂക്കനെ പറയുന്നത് ഇവരുടെ ലവ് സ്റ്റോറി ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് രാജു സാറിനെ ഞാൻ 24 hours ഞാൻ ഈ ഓഫീസിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ രാത്രി ഞങ്ങൾ ഓർക്കാൻ വേണ്ടി ഞങ്ങളുടെ ബാരക്കിനോട്ട് കയറിപ്പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓഫീസിൽ തന്നെ കിടക്കും. പിന്നെയാണ് അറിയുന്നത് അന്ന് മാഡത്തിന് ക്യാൻസറായിരുന്നു, സീരിയസ് ഇഷ്യൂ നടക്കുന്നു. ഈ മനുഷ്യൻ ഈ ഓഫീസിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ദിസ് ഇസ് വാട്ട് ഈസ് ഡെഡിക്കേഷൻ, വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ സീനിയർ ഓഫീസേഴ്സ്. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പം അന്നൊക്കെ എൻ്റെ ഭാര്യ വന്നിട്ട് ഞങ്ങളെ നോക്കുന്നില്ല, പോയി പഴയൊക്കെ പറഞ്ഞാൽ നീ രാജു സാറിനെ പോയി കാണാൻ എന്ന് ഉദാഹരണം പറയാൻ പറ്റിയൊരു വ്യക്തിയാണ് ഈ DIG രാജു സാർ എന്ന് പറയുന്നത്. അദ്ദേഹം ആണ് ഇതിൻ്റെ ഫുൾ മാസ്റ്റർ മൈൻഡ്. ഈ കിട്ടുന്ന റിപ്പോർട്ട് മുഴുവൻ കൊളീഡ് ചെയ്ത് ഇതിനെ എങ്ങോട്ട് എന്നിട്ട് പറയും ഈ സൈഡിൽ കാണാൻ സാധ്യതയുണ്ട്. ശിവാജി ആയിരുന്നു ഒരു CI DYSP റാങ്കുള്ള ശിവാജി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഓൺ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരുന്നത്.
അതുപോലെ രഘോത്തമൻ, ഈ ഓൾസോ വാസ് എൻ എഫിഷ്യൻറ്റ് ഗായ്. ബാക്കിയുള്ളവരെല്ലാം അതിനകത്ത് വർക്ക് ചെയ്യുന്നു. മനോഹരൻ അല്ലെങ്കിൽ അമോദ് കാന്ത് ഇവരൊക്കെ വന്നിട്ടും പോയിട്ടും. എന്തിനാ ഈവൻ ഞാൻ ഇയാളെ കാണുന്നത് അവിടെയല്ലേ, നമ്മുടെ ലോക്നാഥ് ബെഹ്റയിൽ. അദ്ദേഹം പുതിയ SP ആയിരുന്നു. ഈ സമയത്ത് വല്ലപ്പോഴേക്കും അവിടെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആയത്. പക്ഷേ ഇതിൻ്റെ ഹാർഡ് കോർ മാൻ വാസ് ദിസ്. കാർത്തികൻ വാസ് ദ ഹെഡ് ഓഫ് ഇറ്റ്. ഹെഡ് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഈ കിട്ടുന്ന റിപ്പോർട്ടിനെ ആണ് മോളിലേക്ക് അയക്കുക സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യു ഡിഡ് കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ഇൻ ദി സീരീസ്. ഈ ഹണ്ടിനകത്ത് രാജാറിനെ ഇഗ്നോർ ചെയ്തു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതേ അവിടെ സൈഡിലൂടെ നിൽക്കുന്നുണ്ട്. അമോദ് കാന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അമോദ് കാന്ത് ആൾസോ സെഡ് ദാറ്റ് എന്തോ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞതിന് മുമ്പ്. അതിലിപ്പോൾ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. 38 വർഷം 34 വർഷമായി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട്. പക്ഷെ രാജ് സാർ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചത് ക്യാൻസറായിട്ടായിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമായി പോയിരുന്നു. 22-ാം തീയതി, മെയ് 22-ാം തീയതി, ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് 21-ാം തീയതി ഞാൻ പറഞ്ഞു, സാറേ നാളെ അനിതയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. എടോ എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് നാളെ എയർപോർട്ടിൽ പോകണം, മറ്റേ ഡൽഹി പോകണം, ഞാൻ വന്നിട്ട് കാണാമെന്ന്. അങ്ങനെ 22nd ഞാൻ വിളിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ, എടോ ഞാൻ എയർപോർട്ടിലാണ്, ഞാൻ പോവാണ് കേട്ടോ എന്നുള്ളത്. ദാറ്റ് വാസ് ദ ലാസ്റ്റ് കോൾ വിച്ച് ഹി മെയ്ഡ്. ആഫ്റ്റർവേർഡ്സ് ഹി കൊളാപ്സ്ഡ് ഇൻ ദ എയർപോർട്ട്. ഞാൻ അറിയുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം കോമയിലൂടെ ഹോസ്പിറ്റലായിരുന്നു, മരിച്ചുപോയി. സോ അങ്ങനെയുള്ള ഓഫീസേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങളിവിടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫൈനൽ പറയാം, ബാക്കിയുള്ളതൊക്കെ അവിടെ വിട്ടേക്കുമോ. ഫൈനൽ എന്ന് പറഞ്ഞാൽ 18-ാം തീയതി August 18th എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സൺഡേ. ഈ സൺഡേ ഞങ്ങളിത് കോർണർ ചെയ്തു. ഞാനന്ന് കോർമംഗള ഗസ്റ്റ് ഹൗസ് ബാംഗ്ലൂരിലുണ്ട്. ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം മദ്രാസിലേക്ക് വരാൻ വേണ്ടി ഹെലികോപ്റ്ററൊക്കെ റെഡിയാണ്. തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നൈറ്റിൽ ഒരു 8 മണിക്ക് നല്ല മഴയുണ്ട്. കോൾ വന്നു, രാജസ്ഥാൻ്റെ കോൾ വന്നു. ഡോ പെട്ടെന്ന് ജയനഗർ സ്റ്റേഷനിൽ ഇങ്ങനെ എപ്പോഴും തന്നെ ഡോ എന്ന് വിളിക്കും. ഇവിടെ താണെന്ന് പെട്ടെന്ന് പിള്ളേരെ കൊണ്ട് വാങ്ങുന്നത്. എവിടേക്കാണ് സാർ? എന്താണ് സാർ? ഫൈനലാടോ കഴിഞ്ഞു, കൺഫേം ആണെന്ന്. ഞങ്ങളെല്ലാം കൂടെ എടുത്ത് വാരി പെറുക്കി 2 അംബാസിഡർ കാറും എടുത്തിട്ട് പെട്ടെന്ന് വിട്ട് ജയനഗർ പോലീസ് സ്റ്റേഷനിൽ. അവിടെ ചെന്നപ്പം ഈ മൃദുല എന്ന് പറയുന്ന ലേഡി അവിടെ കിടക്കുന്നുണ്ട്. അവളുടെ ഇൻട്രോഗേഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ് അവരാണ് ഇവളുടെ ഭർത്താവാണ് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, രാമലിംഗം. രാമലിംഗം അവിടെ പോയി. രാമലിംഗത്തിനെ കിട്ടിയിട്ടില്ല, വേറെ ആൾക്കാർ പിടിക്കാൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ, താൻ ചോദിച്ചു നോക്കും. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ മൃദുല പറഞ്ഞു ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഓൾസോ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ 7 പേരുണ്ട്. അതിനകത്ത് 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഉണ്ട്. പിന്നെ തോക്കുണ്ടോയെന്ന് ചോദിച്ചാൽ യെസ് തോക്കുണ്ട്. കോഴിപ്പൂല് മാതിരിയുള്ള ഒരു തോക്കുണ്ട്. കോഴിപ്പൂല് എന്ന് പറഞ്ഞാൽ ഈ AK-47 മാക്സിം ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ. അപ്പോൾ അവർ പറഞ്ഞ് കോഴിപ്പൂല് മാതിരിയുള്ളൊരു തോക്കുണ്ടെന്ന്, പിന്നെ ചെറിയൊരു പിസ്റ്റളുണ്ടെന്ന്. ഇത് ഇത്രയും കിട്ടി. വേറെ എന്തെങ്കിലും കഴുത്തിലൊക്കെ കുപ്പിയുണ്ട്, എല്ലാവരുടെ കഴുത്തിലുണ്ടെന്ന്. ഓക്കെ ശരി, എന്താ സാർ ഇനിയിപ്പോൾ പോവില്ലെന്നൊക്കെ. അപ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ കൊളായിരിക്കുന്നു ഓൾറെഡി. രാജ് സാർ പറഞ്ഞ് എല്ലായിടും ഇവിടെ കെമ്പയ്യ ഇവിടെ പോയിരിക്കുന്നു, ടാർഗറ്റ് പോയിട്ടുണ്ട് കോഡൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കോഡൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാർഗറ്റ് ആണെങ്കിൽ ഈ കോഡനിങ് എന്ന് പറയുന്നത് വി വിൽ പുട്ട് ഔട്ടർ കോഡൻ ഫോർ അബൌട്ട് 1 kilometer ഡിസ്റ്റൻസിൽ. ഇവർക്ക് അറിയാൻ പാടില്ല നമ്മളിങ്ങനെ കോഡൻ ഇട്ടിട്ടുണ്ടെന്ന്. ഈ ഔട്ടർ കോഡൻ ഇട്ടിട്ടാണ് പിന്നെ ഇന്നർ കോഡനിലേക്ക് കയറുന്നത്. അത് വേറൊരു ഗ്രൂപ്പ് ഇട്ടിട്ട് കവർ ചെയ്യും. അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ ഓപ്പറേഷൻ പോകും. ഓപ്പറേഷൻ പോകുമ്പോൾ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നത് ഇന്നർ കോഡൻ അല്ലെങ്കിൽ ഔട്ടർ കോഡൻ, ഏതിലെങ്കിലും ഒന്നിലും പിടിക്കപ്പെടും. ഇതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഇയാൾ ഔട്ടർ കോഡൻ ഇടാൻ പോയിരിക്കും, ഇനിയിപ്പോൾ ഇന്നർ ഇട്ടാലും ശരി, രാത്രിയല്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സാർ നേരെ പോകല്ലേ എന്ന് ചോദിച്ചു. ഇല്ലടോ കാർത്തികൻ പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് മതി. ഞാൻ പറഞ്ഞു വാട്ട് നോൺസെൻസ് സാർ, അയാൾ വന്നിട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹൈദരാബാദിലാണെന്ന്. ഞാൻ പറഞ്ഞു സാർ ഹൈദരാബാദിൽ ഇവിടെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മണി 11:30. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു റീച്ച് ചെയ്യുന്നത്? അപ്പോൾ രാമലിംഗം കമ്മീഷണർ, ഐ വാസ് ഇൻ എ വെരി ഗുഡ് ടേംസ് വിത്ത് ഹിം. അപ്പോൾ നമ്മൾ സാറൊന്ന് വിളിച്ചിട്ട് എനിക്ക് ലൈൻ കൊടുക്കുന്നു. അങ്ങനെ വിളിച്ച് ലാൻഡ് ലൈൻ, അന്നൊക്കെ ലാൻഡ് ലൈൻ ആണല്ലോ, ലാൻഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ക്യാപ്റ്റൻ രവീന്ദ്ര മോഹൻസ് ടു സ്പീക്ക് ടു യു എന്ന് പറഞ്ഞു കാർത്തികൻ്റെ അടുത്ത്. കാർത്തികൻ ഹി വോൺസ് ടു സ്പീക്ക് ടു യു. ടെലിന്നൊക്കെ ഐ എം കമ്മിങ്. ഞാൻ അപ്പോഴത്തേക്കും ഫോൺ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു സാർ യുവർ കമ്മിങ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്.
സാറിവിടെ വരുന്ന സമയത്ത് എൻ്റെ സർപ്രൈസ് എലിമെൻ്റ് ഒക്കെ പോകും. കാരണം സാർ എപ്പോഴും എത്താന്നുള്ളത് എനിക്കറിയില്ല. 2 hours യു കനോട്ട് റീച്ച്. അപ്പോൾ ഇയാളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ കിടന്നുറങ്ങാണെന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട് ഇവിടുന്ന്. അങ്ങനെ ഒരു 15 മിനിറ്റ് വാഗ്വാദം കഴിഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്തു, സാറ് വന്നിട്ട് ഒരു കാര്യം നടക്കില്ല. എൻ്റെ ഈ ഇല്ലല്ല, ഐ ആസ്ക് ഫോർ മോർ ഫോഴ്സ് ടു കം. ഞാൻ പറഞ്ഞു എത്ര ഫോഴ്സ് വന്നാലും ശരി സാർ, ഞാനേ പോകുള്ളൂ. നോബഡി എൽസ് വിൽ എൻ്റർ because this is my operation. Nobody can jeopardize this operation. Why? Because I was closely associated with all these movements. So you cannot just do it like this. No, I'll come. അങ്ങനെ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചപ്പോഴത്തേക്കും കെമ്പയ വന്നു. കെമ്പയ ജമ്പിങ് ജാക്കും അടിച്ചിട്ട് മറ്റേ സിനിമ സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. 4-5 വർഷത്തിൻ്റെ സർവീസ്, 4 വർഷം മറ്റേ ഉള്ളൂ, ഒരു SP. ഓ യെസ് ക്യാപ്റ്റൻ, ചലോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ പോയി കൊനാനക്കൊണ്ട എത്തുന്നു. മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറി വളഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി, അംബാസിഡർ കാർ നിർത്തി. വാതിലൊക്കെ അയാൾ ആദ്യത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ രണ്ടാമത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പതുക്കെ വാതിലടച്ച്. അപ്പോൾ ഞാനങ്ങനെ ദൂരത്തേക്ക് നോക്കുകയാണ്. അവിടെ കുറേ ലൈറ്റ് കാണുന്നുണ്ട്, ഒരു ചെറിയൊരു ഹൈറ്റിൽ. അവിടെ ഇരിക്കും, എങ്ങനെയാലും ഇവിടെ നിന്ന് നടന്നു പോകണമല്ലോ, സ്റ്റെൽത്ത്. അപ്പം ഞാനൊക്കെ റെഡി ആക്കിയിട്ട് യാക്കമ്മയോ ഒരു ചലോ ലെറ്റ്സ് ഗോ. ഹിയർ ഇറ്റ് ഈസ്. ഈ ഹിയർ എവിടെയാണെന്നറിയോ? ഒരു വീടുണ്ട്, അതിൻ്റെ നേരെ പുറകിലാണ് ഈ ശിവരാസിൻ്റെ വീട്. അപ്പം ഹാർഡ്ലി 10 meters or 20 meters ഡിസ്റ്റൻസ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ നിലാവത്ത് കാണുന്ന എന്താണെന്ന് വെച്ചാൽ, മഴ പെയ്ത് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. നിലാവത്ത് ഞാനിങ്ങനെ അടുത്ത് നോക്കുമ്പോൾ ഈ പോലീസുകാരന്മാർ മുഴുവൻ മറ്റേ കർണാടക പോലീസിൻ്റെ തൊപ്പി, വട്ടത്തൊപ്പിയും റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. റെയിൻകോട്ടിൻ്റെ പിറകിൽ കൂടെ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ 303 റൈഫിൾ പ്രൊട്രൂഡിങ് ഔട്ട്. ആൻഡ് ഓൾ ആർ സ്റ്റാൻഡിങ് ലൈക്ക് ദിസ് ഓൺ ദ വാൾ. നോക്കിയിട്ട് എൻ്റെ കമാൻഡോസിന് അവരിങ്ങനെ നോക്കുന്നു തന്നെ. ബാന്ന് പറഞ്ഞ് തിരിച്ചിങ്ങനെ നടന്ന് വി സ്റ്റാർട്ടഡ് വാക്കിംഗ് ബാക്ക്. വണ്ടി അവിടെ ഉണ്ട്. ഇയാൾ വന്നു. നൗ വാട്ടെന്ന് വെച്ചു ഇവിടുന്ന് ദാറ്റ് ഈസ് നോട്ട് ടു ബി പബ്ലിഷ്ഡ്. ആ ഒരു ലെവലിൽ ഐ ബേസ്റ്റഡ് ഹിം ഔട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഗെറ്റ് ഓൾ ദിസ് ബഡി ഗൈസ് ഔട്ട്. അങ്ങനെ ഇയാൾ വയർലെസ് പറഞ്ഞു. ആ വയർലെസ് അവിടെ കേൾക്കുവേ, അവിടെ നിൽക്കുന്നവർക്ക് ഇതിൻ്റെ സ്കുൽ സൗണ്ട് കേൾക്കും, വയർലെസ്സിൽ വരുന്ന സൗണ്ട് കേൾക്കും, വീട്ടിൽ അകത്തിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. വാട്ട് ഈസ് ആക്ച്വലി an ഓപ്പറേഷൻ, കോവേർട്ട് ഓപ്പറേഷൻ, അത് എങ്ങനെയാണ്, ഇതൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരിക്കലും ഇതുപോലുള്ള സംഭവത്തിൽ ഇടപെടാൻ പാടില്ല. വെയിറ്റ് ഫോർ, അല്ല നമ്മൾ പോയിട്ടുണ്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നത്തിങ് ഹാപ്പൻ. അവർ വിഡ്രോ ചെയ്തു. ഞങ്ങളാരും വാളിൻ്റെ മുകളിലൊന്നും പോയില്ല. ഞാൻ ഈ വീട്ടിനകത്തോട്ട് കയറി നോക്ക് ചെയ്തു. നോക്ക് പതുക്കെ വിൻഡോൻ്റെ മുകളിലൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഇയാൾ പുറത്തു വന്നു. ലക്കലി ദറ്റ് മാൻ വാസ് എ വെരി റെസ്പോൺസിബിൾ സിറ്റിസൺ. അയാൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ രാത്രി ഒന്ന് ആലോചിക്കും, വീടിൻ്റെ മുമ്പിലൊന്നും 4 ആൾക്കാർ MP5ഉം ബുള്ളറ്റ് പ്രൂഫും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു. പെട്ടെന്നൊരാൾ പാനിക്കാവില്ലേ? അയാളങ്ങനെ നോക്കി. ഞാൻ ഐഡൻറ്റി കാർഡ് എടുത്ത് കാണിച്ചു വെച്ചാൽ വി ആർ ഫ്രം ദ NSG കമാൻഡോസ്. യു ഗോട്ട് എ ഡേഞ്ചർ ബിഹൈൻഡ് ദിസ്. ദർ ഇസ് എ ഡേഞ്ചറസ് മാൻ. ക്യാൻ യു വെക്കേറ്റ് ദ ഹൗസ്? യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് സർ, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ യു ടേക്ക് യുവർ വൈഫ് ആൻഡ് കിഡ്സ് ആൻഡ് ഗോ? അവിടുന്ന് ഇയാൾ പിന്നെ നമ്മൾ കാണുന്നത് ഓൺ ചെയ്ത ലൈറ്റൊക്കെ ഇയാൾ ഓഫ് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ ഭാര്യേനെയും കുട്ടീനെയും, ഭാര്യ ഒരു കുട്ടീനെ എടുത്തിട്ടുണ്ട്, ഇയാളുടെ കയ്യിലൊരു കുട്ടിയുണ്ട്, അതിൻ്റെ വാ പൊത്തിയിട്ടാണ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മൾ അറിയുന്നത് നിങ്ങളുടെ പെട്രിയോട്ടിസം അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കാനുള്ള മൈൻഡ് ഇല്ല. എൻ്റെ വീടാണ്, ഞാൻ തരില്ല എന്ന് അയാൾ പറഞ്ഞില്ല. ആ കുട്ടി പോലും കരയരുത്, അതിൻ്റെ ശബ്ദം ഉണ്ടാവരുതെന്നുള്ള സെൻസ്, അയാൾ കാണിച്ച സെൻസ് പോലും ഇവിടുത്തെ SP കാണിച്ചിട്ടില്ല. അങ്ങനെ അയാൾ എടുത്തുകൊണ്ട് പോയി. ഞങ്ങളൊരു കാർ, ഞാൻ പറഞ്ഞു അവിടെയുള്ള കാർ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ, എവിടേക്കാച്ച പോയിക്കോ, എന്നിട്ട് വിട്ടാൽ മതിയായിരുന്നു. ഏത് ഹോട്ടലിൽ എന്ത് ചിലവുണ്ടെങ്കിലും ഒക്കെ നാളെ ഇത് കഴിച്ചിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അയാൾ പോയി. അങ്ങനെ ഞങ്ങൾ ഈ വീട് ഓക്യുപ്പൈ ചെയ്യണം. ഓക്യുപ്പൈ ചെയ്തിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ വെന്റിലേറ്റർ, ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റവൻ്റെ വിൻഡോസും ഇതെല്ലാം കാണാം. ഹാർഡ്ലി 2 meters ഡിസ്റ്റൻസ്.
അതിലൂടെ നോക്കുന്ന സമയത്ത് ഈ സ്മോക്കി ഗ്ലാസ്സസ് യു കാൺ സീ എനിത്തിങ്. പക്ഷേ എങ്കിലും ഐ കുഡ് ഫീൽ മൂവ്മെൻറ്റ്സ് അത്. കാരണം അവർക്ക് മനസ്സിലായി പുറത്ത് ആളുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി മുഴുവൻ ഇതിലെയും അവിടെയും ഇവിടെയും. അപ്പോഴത്തേക്കും 2 പേരെ ഞാൻ അങ്ങോട്ട് വിട്ടു, 2 പേരെ ഇപ്പുറത്തേക്കും വിട്ടു. അപ്പോൾ ഓൾ സൈഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന്. കാരണം അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വരും. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് രാത്രി മുഴുവൻ ഒബ്സർവേഷൻ കഴിഞ്ഞ് കാലത്ത് സൂര്യപ്രകാശം വരുമ്പോഴും നമ്മളിരിക്കുകയാണ് അവിടെ. ഒന്നും ആയിട്ടില്ല, ഒരു ഓർഡറും ആയിട്ടില്ല. പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിരിക്കുന്നുണ്ട്. ഒരു 10 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഐ ക്യാൻ സീ അറ്റ് ദ ഡിസ്റ്റൻസ് ഗ്രൂപ്പായിട്ട് ആൾക്കാരിങ്ങനെ വന്നിരിക്കുന്നു, അവിടെ സെറ്റിലാവുന്നു. അതൊരു മൗണ്ടൻ ടൈപ്പ്, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ദൂരത്തൊരു മൗണ്ടൻ, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സൈഡിലും ആൾക്കാർ, നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം. ആരും കൊണ്ട് വരുന്നില്ല. യു ആർ സിറ്റിംഗ് ഇൻ ദിസ് ഹൗസ്, വീട്ടിൽ ഇങ്ങോട്ട് ആരും വരുന്നില്ല ഈ സൈഡിൽ നിന്ന്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാന്ന് വെച്ചാൽ മണി അടിച്ചുകൊണ്ട് നമ്മുടെ സമോസ വെക്കുന്നവർ, ഐസ്ക്രീംകാർ, നമ്മുടെ പൂരപ്പറമ്പിലത്തെ ഫീലായിരുന്നു. നല്ല കച്ചവടമായിരുന്നു. ആ കുന്നിൻ്റെ മുകളിൽ കൂടെയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അത് നടക്കുന്നു. ഇതെല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ചിരിയല്ല വരുന്നത്, നമുക്ക് സാധാരണ വരുന്നത്. ഇനിയിപ്പം ഞാൻ കയറുകയാണെങ്കിൽ അവനും വെടിവെക്കും ഡെഫിനറ്റായിട്ട്. അപ്പം ഇനി ഉറപ്പൊന്നുമില്ല ആരെന്നുള്ളത്. അത് തീരുമാനമായി ഈ സമയത്ത്. ഇപ്പോൾ ഒരു ഓർഡർ വന്ന് പോയി കഴിഞ്ഞാൽ ശിവരാസനും വെടിവെക്കും, ഞാനും വെടിവെക്കും. അതിൽ ആര് ചത്തു എന്നുള്ളത് അതിന് ശേഷം അറിയാം. എൻ്റെ പിള്ളേർ എത്ര പേര് പോകുന്നത്. അങ്ങനെ ഇരുന്ന് ഉച്ച കഴിഞ്ഞു, ഈവനിങ് ആയി, 4 മണിയായപ്പോഴത്തേക്കും ക്രൗഡൊക്കെ ഫുള്ളായി. ഗാലറി റെഡി, ഷോ തുടങ്ങിയാൽ മതി. അങ്ങനെ 4 മണിയായപ്പോണ്ട് എനിക്ക് വയർലെസ്സിൽ മെസ്സേജ്, കാർത്തികൻ ഈസ് ഹിയർ, ഹി വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു യു എന്ന്. അങ്ങനെ ഞാനിവിടുന്ന് ബുള്ളറ്റ് പ്രൂഫൊക്കെ അഴിച്ച് MP5 വെച്ച് പിസ്റ്റൾ മാത്രം അറിയത്തിരിക്കുക. ഞാനൊന്നൊരു ടീഷർട്ടും ഇതുമായിരുന്നു. അവിടെ പോയപ്പോൾ എന്താണ് സീനെന്നറിയാം. ഞാനപ്പോഴാണ് കാണുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു 200 മീറ്റർ നടക്കാണ്ടായിരുന്നു. ഇങ്ങനെ വളവുണ്ട് മെയിൻ റോഡിൽ നിന്നുള്ളത്. നോക്കുമ്പോൾ കാണാൻ ഒരു 10-2000 CRPFൻ്റെ ആൾക്കാർ, ഒരു 10-20 ബസ്സുകൾ. അതാണ് ഈ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നേ. കാരണം ഇത്രയും ആൾക്കാരെ നിങ്ങൾ അവിടെ ഇട്ടാൽ അവർ വന്ന് ചോദിക്കില്ല ഇതെന്ത് പറ്റിയെന്നുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും എടുത്തും പറയും ശിവരാസ ഹല്ലി എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഹല്ലി വലിയായിപ്പം എല്ലാം കിടന്ന് ഇവന്മാർ അങ്ങനെ വന്നിരിക്കുകയാണ് ഷോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കത്തയും യെസ് വാട്ട്സ് എ പ്ലാൻ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഐ ഗോട്ട് നോ പ്ലാൻസ്. യു സൗണ്ട്സ് വെരി arrogant എന്നാണ്. It always happens, sir. When a junior says something fact, senior generally snap him down by saying that you are arrogant. That's what he was now said, sir. What is arrogance in this thing, sir? I told you yesterday night, by early morning, if I do the operation, I got a plan. Now that early morning is over. Now what plan? Now you tell me, sir. You told me that you will be coming here and executing it. Now you execute it, sir. അപ്പോൾ ഫുൾ മീഡിയ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നോക്കുമ്പോൾ ഇതൊരു പിടിലൊരു സാധനം വന്നിട്ട് ഇത്രയും വലിയൊരു ആളുടെ അടുത്ത് സംസാരിക്കുന്നത് ഫുൾ ഇംഗ്ലീഷ്, ഇടയ്ക്ക് 4 ലെറ്റർ വേർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാൾ പറഞ്ഞു ഐ എം വറീഡ് അബൌട്ട് യുവർ ലൈഫ്. അപ്പോൾ ഡോണ്ട് വറി സർ, ഐ ഗെറ്റ് 1200 rupees റിസ്ക് അലവൻസ് എവറി മന്ത്. വി ഡോണ്ട് ടേക്ക് റിസ്ക് എവറി ഡേ. ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് റിസ്ക് വിച്ച് വി ആർ സപ്പോസ് ടു ടേക്ക് ഇറ്റ് ഫോർ പേയിങ് അസ് ദാറ്റ് 1200. So don't bother about our life. I don't want to talk to him. I asked for warm referral. Sir, mind you, you get bloody 1,000 force also. Captain Ravindran and that 6 people only will enter that house, sir. That is my operation. Now whatever it is. Now you give me the order. I don't want to talk to him. ഞാൻ ഇങ്ങോട്ടും തിരിയുന്നു. ഇയാൾ മീഡിയ ഓൾ കം, വിൽ ഹാവ് എ ബ്രീഫിംഗ്. ഞാനിങ്ങോട്ട് തിരിഞ്ഞിട്ട് പെത്തറ്റിക് വാക്ക്, മമ്മൂക്കാനെ നടത്താൻ ഞാൻ കാണിച്ചിട്ടുണ്ടത്. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഫീല്.
നമുക്ക് ആരുമില്ലല്ലോ, നമ്മൾ ചാവാൻ വേണ്ടി നിൽക്കുന്ന ആൾ, ഇനി ഇതിനകത്തോട് കയറി ചാവുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അവിടെ അവൻ പ്രസ് മീറ്റും ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ ഒരു മൂഡ് ഞാൻ മമ്മൂക്കനെ കറക്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൂഡ് എന്തായിരുന്നു. അപ്പോൾ തിരിഞ്ഞപ്പോൾ ഈ മീഡിയ അങ്ങോട്ട് പോവാതെ ഇവരെല്ലാം കൂടെ തിരിഞ്ഞ് എൻ്റെ അടുത്ത് കയറും. എൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്, ദേ ആർ നോട്ട് സെയിങ് എനിത്തിങ്. അപ്പോൾ ഞാനോട് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഫ്രം ഹിയർ ഓൺവേർഡ്സ് യു കനോട്ട് കം ഫോർവേഡ് ബിക്കോസ് യു വിൽ ഗെറ്റ് എക്സ്പോസ്ഡ്. സെക്കൻഡ്ലി, now don't ask me anything. I'm not in a mood to talk to any of you. If I come back alive, then yes, we will talk. If not, goodbye. Thank you. അപ്പോഴാണ് ആരും ഒന്നും പറഞ്ഞില്ല. ഇന്ത്യ ടുഡേയുടെ ഒരു സരിത റോയ് ഉണ്ടായിരുന്നു. ഷി വാസ് ലുക്കിംഗ് അറ്റ് മീ ഷാർപ്പ്ലി. അന്ന് സരിത വാസ് പിന്നെ അവൾ വേറെ അതിലേക്ക് പോയി. എന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, വാട്ട്? നത്തിങ്. ടൈംസിൻ്റെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ, ഇഫ് യു ക്യാച്ച് ഹിം, ഇഫ് യു കിൽ ഹിം, സ്റ്റിൽ യു വിൽ ബി മൈ കവർ സ്റ്റോറി. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. പറഞ്ഞു. ഞാനങ്ങ് നടന്നു. ക്യാപ്റ്റൻ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ മൈൻഡിൽ വേറെയാണ്. ഇനിയിപ്പോൾ എന്താണ് ഇയാൾ ഉത്തരവ് തരാൻ പോകുന്നത്, എന്ത് വളിച്ച പ്ലാനിങ് ആയിരിക്കും വരാൻ പോകുന്നത്, ഒന്നുമില്ല. അവിടെ പോയിരുന്ന് ഒരു ഹാഫ് ആൻ അവർ പറ്റുണ്ടായി. അപ്പോഴത്തേക്കും ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ നിങ്ങളുടെ ബാറ്ററി ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നോ, നൈറ്റ് വിഷൻ ഗോഗിൾസ്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ വന്നു, ഇവിടുന്ന് ഒരാൾ വന്നു. അപ്പോൾ ഞാൻ ഇവന്മാരുടെ നൈറ്റ് വിഷൻ ഗോഗിൾസ് മാറ്റിക്കൊണ്ടിരിക്കുക, ഈ ബൈനോക്കുലർ. ഇന്ന് മാറ്റുമ്പോഴാണ് പടപടപടാന്ന് ഫയറിങ് കിച്ചൻ്റെ സൈഡിൽ നിന്ന്. ഇവിടുന്ന് MP5 എടുക്കുന്നു, ഞാൻ പോകുന്നു. ബുള്ളറ്റ് പ്രൂഫൊന്നുമില്ല, കാരണം അവിടെ മീറ്റിങ്ങിന് പോയതല്ലേ. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫൊക്കെ ഇവിടെയാണ്, ഹെൽമെറ്റ് തന്നെ. ഇങ്ങനെ അങ്ങ് പോവാണ്. പോകുന്ന സമയത്താണ് അവിടുന്ന്, അങ്ങനെയാണ് ഞാനും ശിവരാജനും കണ്ണോട് കണ്ണ് കാണുന്നത്. ആ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഡാർക്ക്നെസ്സിൽ അവൻ ഫയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫയർ ചെയ്യുന്നു. ഇതിപ്പോൾ പറയുമ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ നടന്നിരിക്കുന്നത് സെക്കൻഡ്സിലാണ്. ഫയർ ചെയ്യുന്നു, ജയസിംഗ് വരുന്നു, സാബ്ജി ആപ്പിനെ ബുള്ളറ്റ് പ്രൂഫ് നയിപ്പേന ബുള്ളറ്റ് പ്രൂഫ് എടുത്തിട്ട് എറിയുന്നു. ഞാൻ പറഞ്ഞു മാറണം അവിടെ നിന്ന് പറഞ്ഞു. സാബ്ജി ഗോളിയിലേക്ക് അവന് കിട്ടി ബുള്ളറ്റ്, ആൻഡ് ഹീ ഫെൽ ഡൗൺ. സൈഡിലേക്ക് മാറിയെന്ന് പുറകെ കൂടെ തട്ടി നോക്കുമ്പോൾ കയ്യിൽ ചോര. അപ്പോൾ സാധനം പോയിരിക്കുന്നു, കുഴപ്പമില്ല. അകത്ത് സ്റ്റക്കായാലാണ് എവിടെയാണ് ഇനിയിപ്പോൾ അത് കറക്റ്റായിട്ടും പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പോകില്ല. വൈറ്റൽ പോർഷനിലാണെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്കാവും. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയിരിക്കുകയാണ്. അങ്ങനെ ഇട്ടാന്ന് വെച്ചു, കുഴപ്പമൊന്നുമില്ല. വേഗം അംബാസിഡർ കാറുകാരനെ വിളിക്കുന്നു. അവിടെയും യു ആർ സീയിങ് എ ഹീറോ. ഒരു സിവിലിയൻ ഡ്രൈവർ, അവിടെ ഒരു പോലീസുകാരൻ, കർണാടക പോലീസുകാരൻ കയ്യും പൊക്കിയിട്ട് അവിടെ ഇരുന്നു. സർ മെർസി മത് കർവാന്ന്. ആ സമയത്താണ് ഈ ഡ്രൈവർ, സർ ക്യാ കർണാണ്, इसको लेके ഹോസ്പിറ്റൽ जाओ बस. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ശിവരാസിൻ്റെ വീട്, ഇത് ഞാനിരിക്കുന്ന വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫയർ ചെയ്യുന്നത്, ഇവൻ്റെ കിച്ചണിലോട്ട്, കിച്ചൺ സൈഡിലേക്ക്. ഇതങ്ങനെയുള്ള ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഫയർ ചെയ്യുന്നത്. എന്നിട്ട് ഇവനെ വലിച്ച് ഇങ്ങോട്ടിട്ടു. ഇവിടുന്ന് ഇവിടെയാണ് കാറ് നിൽക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ഈ റോഡ് ഇങ്ങനെ ഇങ്ങോട്ടും പോകുന്നു. അപ്പം ഇവൻ ഇങ്ങോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ ഈ റോട്ടിൽ കൂടെ അങ്ങ് പോരണം. അവിടെ നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ ഇവിടുന്ന് ഫയർ ചെയ്യാമെന്ന്. അങ്ങനെ മാക്സിമം മാറ്റി ഇവിടുന്ന് ഞാൻ ഡബിൾ ഷോട്ട്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. കാറ് റിവേഴ്സ് എടുക്കുന്നു, പേഷ്യൻറ്റിനെയും വെച്ച് അതേപോലെ റിവേഴ്സ് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് പോയി. ഇവിടുന്ന് എല്ലാം പിന്നെ നോട്ട് വിസിബിൾ, ആൻഡ് ഈ ഗോട്ട് സേവ്ഡ്. രണ്ടാം ദിവസം അവൻ ഓക്കെ ആയി. പക്ഷെ ആ ഡ്രൈവർ കാണിച്ച് കറേജ് ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മളറിയാതെ ചില ആളുകൾ ഇങ്ങ് വരും. എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അവൻ ഫയർ ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും പതുക്കെ ഡാർക്ക്നെസ് സെറ്റിങ്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഫയർ ഫൈറ്റ് പാർട്ടീസിൻ്റെ അടുത്ത് ഫ്ലഡ് ലൈറ്റ് വേണമെന്നുള്ളത്. ഈ സമയത്തൊക്കെ 4 സ്ഥലത്തും ഞാൻ 3 അവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു. ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഈ സൈഡിലുള്ള വിൻഡോസ് മുഴുവൻ ഞാൻ അടിച്ച് പൊളിക്കുന്നു. കിച്ചൻ്റെ സൈഡിലുള്ളതും ഈ സൈഡിലുള്ള വിൻഡോസും ഫുൾ അടിച്ചങ്ങ് താഴ്ത്തും. അപ്പോൾ രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കാണാൻ. അപ്പം ഇനിയിപ്പോൾ അകത്ത് പോകാൻ സമ്മതിച്ചില്ലെങ്കിലും ഈ ഫ്ലഡ് ലൈറ്റിങ് വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം
അകത്തുനിന്നൊരു മഫിൾഡ് സൗണ്ട്. അപ്പം അതൊരു ക്ലോസ് ഷോട്ടാണ്. ആ ശബ്ദം കേട്ടാൽ നമുക്കറിയാം അത് ക്ലോസ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ കാണുമ്പോഴാണ് അറിയുന്നത് ശിവരാസൻ സയനൈഡ് കഴിച്ചു, എന്നിട്ട് കിടന്നപ്പോൾ ഇവിടെ കിടന്നിരുന്ന ഈ നെഹ്റു എന്ന് പറയുന്നവൻ പോയിട്ട് പിസ്റ്റളും വെച്ചിട്ട് അവനെ വെടിയും വെച്ച് ക്ലോസിൽ വെടിയും വെച്ച് ഇപ്പുറത്താവും വന്ന് സയനൈഡും കഴിച്ച് മരിച്ചിരിക്കുകയാണ്. ഇതാണ് പിറ്റേ ദിവസം കാലത്ത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സമയത്ത് നമുക്കൊന്നും അറിയില്ല എന്താണ് അവിടെ നടന്നിരിക്കുന്നത്. നൗ അഗെയിൻ യു ആർ വെയിറ്റിംഗ്, ഹോൾ നൈറ്റ് യു ആർ വെയിറ്റിംഗ്. 6 മണിക്ക് നടന്ന ഈ എക്സസൈസും കഴിഞ്ഞ് രാത്രി മുഴുവൻ അതിനിടയ്ക്ക് ഒരു പൂച്ച വരുന്നു, പൂച്ച ചോര നിൽക്കുന്നുണ്ട്, പുറത്തൊക്കെ പല സംഭവങ്ങൾ നടക്കുകയാണ് അവിടെ. ആ ഫ്ലഡിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ 2 കണ്ണ് കാണുന്നുണ്ട്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ ആണോ. എല്ലാം കഴിഞ്ഞ് കാലത്ത് 5-5:30 ആയപ്പം ആയിക്കോട്ടെ ഓടെ ഓക്കെ ഗോ. അത് കയറിയപ്പോൾ 5 ഡെഡ് ബോഡീസ്, നേരെ പോയപ്പോൾ 5 ഡെഡ് ബോഡീസ്, റൈറ്റ് സൈഡിൽ 2 ഡെഡ് ബോഡീസ്. പിന്നെ കാലത്ത് നോക്കുമ്പോഴാണ് ഇവന്മാർ ഈ എൻ്റെ വീട്ടിലുള്ള വെന്റിലേറ്ററിൻ്റെ മുകളിൽ മുഴുവൻ ബുള്ളറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി അവിടെ നിന്ന് നോക്കുന്ന ഇവന്മാരും കാണുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നിട്ട് കാർത്തിയാൻ എന്നെ മെഡലിന് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒക്കെ ഭയങ്കര വഴക്കം വയ്യാവിലേക്കാണ് നടന്നത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വാട്ട് യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്? നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് പട്ടാളക്കാർ ഇതെല്ലാം ചെയ്തു. ഈ സയനൈഡ് കഴിക്കാതെ അവന്മാരൊക്കെ ജീവനോട് പിടിച്ച് മുരുകൻ നള്ളി ഇവരൊക്കെ പിടിച്ച് അത് കഴിഞ്ഞ് നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഇവരെ ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടിയിട്ട്. It is not only Rajiv Gandhi's wife who has got a right to give the pardon. There are about 16 or 17 police officers who died. What about, did you ask their wives, can we pardon these guys? അത് നിങ്ങൾ ചോദിച്ചില്ല. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണോ രാഷ്ട്രീയം? ഈ രാജ്യം എന്ന് പറയുന്നത് രാജഭരണമാണോ? Did they ask us? ഇത്രയും റിസ്ക് എടുത്ത് ഇവരെ ജീവനോടെ പിടിക്കാമെങ്കിൽ why you didn't ask us? Ravi, would you mind pardoning them? At least we don't have any problem. പക്ഷെ നമ്മൾ ആരെയും ഒരു ഡിസ്കഷനും ഇല്ലാതെ നിങ്ങൾ തോന്നിയത് കാണിക്കുക, നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചാവാൻ പോവുക. ഇതാണോ ഡെമോക്രസി എന്ന് പറയുന്നത്? ദാറ്റ്സ് നോട്ട്. ഹൈ ടൈം. എത്ര പോലീസുകാർ മരിച്ചോടെ? എന്താ അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ മരിക്കായിരുന്നു? ടെൽ മീ. ഇതിനൊക്കെ ഉത്തരം എന്തുകൊണ്ട് why you people haven't asked? Why there was then over and above? Why in SIT? Why the politicians were not interrogated? During this case, the order was not to interrogate any of the politicians. Why it was done? Now you tell me, man, who killed Rajiv Gandhi? This question, even now I ask. Who killed and for what? It is not IPK for something like that. That's ഒരു മറയായിരുന്നു അത്. നേരെ മറിച്ച് ഈ ഹരിബാബുവിൻ്റെ ക്യാമറ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ you people would have written off with Punjab militants, because that time Punjab militancy was going on. നിങ്ങൾ ആ പേരിലെങ്കിലും തട്ടിക്കളയുമായിരുന്നു. ഇത് ക്യാമറ കിട്ടിയോണ്ടല്ലേ ഇപ്പോൾ. അതില്ലായിരുന്നെങ്കിൽ വാട്ട് വാസ് ദ പ്രൂഫ്? അതുകൊണ്ട് അവർ ഡെസ്റ്റിനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ്റെ മുകളിൽ തട്ടിയിട്ട് അങ്ങ് പോയായിരുന്നു. So there was some luck. That is why Shivarasan couldn't escape. Within no time the camera and you media has published it like anything. അതാണ് അവിടെയൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. Do you think it was an internal conspiracy? See, it was internal conspiracy എന്നുള്ള നമ്മൾ പറയുമ്പോൾ for what എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. But then when you look at it, why always these top leaders were killed like this? Indira Gandhi. ഒരു ഭിന്നംവാല അല്ലെങ്കിൽ അതിന് ശേഷം എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനെ ആരും എന്താ കൊല്ലം ഇപ്പം കാർഷിക സംഭവം എന്നും പറഞ്ഞിട്ട് എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പ്രൈം മിനിസ്റ്ററിനെയും കൊല്ലാനും ഇതിനൊന്നും നടക്കുന്നില്ലോ. Why this family?
Why 79 onwards, Sanjay Gandhi onwards, these deaths are happening? What is it behind? This is what is to be studied. ഇത് ഒരു സിഡ്നി ഷെൽഡൻ നോവൽ പോലെയാണ് എനിക്ക് കാണുന്നത്. എവിടേക്കോ ഒരു പവറിന് വേണ്ടിയിട്ടുള്ളൊരു പുറകോട്ട്. ആർക്ക്? എന്തിന്? ആരാണ് അതിൻ്റെ അവകാശി? അവർക്കാണ്. അല്ല, അവർക്കുണ്ടല്ലോ ഓൾറെഡി. Then how Madhavrao Shinde was killed? How Rajesh Pilot was killed? How YSR Reddy was killed? Helicopter crash and accident? Why? Don't they have any other mode of dying? Why all these things? Either this is a question to be asked by the public to the democracy. What is it behind all these things? ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ സത്യം എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോഴാണല്ലോ ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്ന ഓരോരോ കാര്യങ്ങൾ. സോ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. ഇത് ജോൺ എഫ് കെന്നഡി ഡെത്ത് പോലുള്ളൊരു എന്താണെന്നുള്ള മിസ്റ്ററി എന്നുള്ളത് പിന്നീട് അറിയും, കുറേ കാലം കഴിയും. അപ്പോഴത്തേക്കും ഇവരാരും ഉണ്ടാവില്ല. ദ പീപ്പിൾ ഹൂം ടു ബി പണിഷ്ഡ് വിൽ നോട്ട് ബി ഹിയർ. വി ഓൾ വിൽ ബി വൈപ്ഡ് ഔട്ട്. പക്ഷേ ഇതിൽ ഇന്നും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഹൂ കിൽ രാജീവ് ഗാന്ധി ആൻഡ് ഫോർ വാട്ട്? So do you think മരകതം ചന്ദ്രശേഖർ, ജയന്തി നടരാജൻ, അങ്ങനെ കുറെ പേരുകളൊന്നും കേട്ടു? അവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നതല്ല മോനെ. ഇവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്യൂവിൽ മാലയിടാൻ വേണ്ടി ഇവർ ഒരുമിച്ച് അവിടെ ഉണ്ട്. പിന്നീട് ഇവരെന്തേ ഡയസിലേക്കൊന്നും പോവാഞ്ഞ്? ഡിഡ് ദേ നോ ദാറ്റ് ഹി വിൽ നോട്ട് ബി റീച്ചിങ് ദ ഡയസ്? ഇതൊക്കെ എന്താണ് നിങ്ങൾ ആരും ചോദ്യം ചെയ്യാത്തത്? ജേർണലിസം ഇങ്ങനെയുള്ള ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? Why are you not rationalizing the whole thing? ഇപ്പം you ask me the question. They all were there. ആ വീഡിയോ കാസറ്റിലുണ്ടത് ഞാൻ കണ്ടു പറഞ്ഞില്ലേ, hundreds of times I used to watch that. അതെവിടെ പോയി? അവരെന്താ പെട്ടെന്ന് ഇല്ലാതായി പോയത്? അവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. So what was it like? Who planned it? ഈ ടോപ്പ് ലീഡേഴ്സ് ആർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. So it has to be, again, take it up. പക്ഷെ ഇപ്പം ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? പിന്നെ ഇപ്പം BJP ഭരിക്കുകയാണ്, കോൺഗ്രസിനെ അക്യൂസ് ചെയ്തു എന്ന് പറയും. ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടെന്താ BJP വിചാരിക്കുക, അവിടെ ദെൻ കോൺഗ്രസ് വിൽ നോട്ട് ഡു ഇറ്റ്. എൻഡ് ഓഫ് ദ ഡേ ട്രൂത്ത് വിൽ ജസ്റ്റ് ഡൈ ഓഫ് ലൈക്ക് ദാറ്റ്. Why I am a little emotional with Rajiv Gandhi. Why? Because I used to like that man. A lot of, ഇന്ത്യയുടെ ഒരു വേറൊരു ഡയമെൻഷൻ കൊണ്ടുവന്നിരുന്നൊരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 2 പ്രാവശ്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ പേഴ്സണാലിറ്റി. അപ്പോൾ അതുകൊണ്ട് അന്ന് അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുമുണ്ട്. ഓ നോ, നോട്ട് ഹെം എന്നുള്ളത്. അദ്ദേഹത്തെ പറ്റി നമ്മൾ അങ്ങനെ വലിയ കോൺട്രവേഴ്സി ഒന്നും കേട്ടിട്ടുമില്ല. ഒരു ബോഫേഴ്സിൻ്റെ കേസ്, അതിനകത്ത് എൻഡ് ഓഫ് ദ ഡേ ആരായിരുന്നു? ഒരു കുത്രൈച്ചി എന്ന് പറയുന്ന ഇറ്റലിക്കാരനും. അത് ഇദ്ദേഹമായിട്ട് എന്ത് ബന്ധം? പ്രധാനമന്ത്രി എന്നുള്ളതിൻ്റെ മുകളിൽ മാത്രമല്ലേ. സോ ഐ വിൽ നോട്ട് അക്യൂസ് ഹിം ഫോർ ദാറ്റ്. ബോഫേഴ്സും രാജീവ് ഗാന്ധിയായിട്ട് അത് കമ്മീഷൻ ഏജൻറ്റുമാരൊക്കെ അത് വേറെ ലെവല്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ വൈ ഹി ഹാഡ് ടു ഡൈ എന്നുള്ളൊരു ചോദ്യം ആർക്കാണ് അദ്ദേഹം മരിച്ചിട്ട്? അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കാം ആർക്കായിരുന്നു ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇറ്റ്സ് എ മിസ്റ്ററി എന്നുള്ളത് ഇപ്പോഴും നമ്മളോട് ആരോടും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇവർക്ക് പാഠം കൊടുക്കട്ടെ. ഇപ്പോൾ ഹണ്ട് സീരീസ് വന്നു, നമ്മളൊക്കെ എക്സ്പോസ്ഡ് ആണ്. ക്യാപ്റ്റൻ AK രവീന്ദ്രൻ എന്ന് പറയുന്ന ആരാണെന്നുള്ളപ്പോൾ ഏകദേശം മേജർ രവി എന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോൾ വാട്ട് ഈസ് എ സെക്യൂരിറ്റി ഫോർ അസ്? അവരൊക്കെ ഇപ്പോൾ പുറത്താണ്. മുരുകനൊക്കെ സന്യാസിയായി. പക്ഷെ നളിനി, ഷീ ഈസ് എൻ എറഗന്റ് ഫീമെയിൽ. ഇൻട്രോഗേഷൻ സമയത്ത് നമുക്കറിയാം വാട്ട് കൈൻഡ് ഓഫ് എ ലേഡി ഷീ വാസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ എൻ്റെ ജീവിതം ജീവിച്ച് തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ഇതൊന്നും ആരും ചിന്തിക്കാറില്ലേ? അവരിപ്പോൾ ഇങ്ങനെ സീരിയസ് എടുത്തിട്ട് എൻ്റെ പേരിട്ട സമയത്ത് I can file a case against them. But I also happen to be a media person now.
കാരണം നമ്മൾ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്തില്ല. ഇവരെ കാരണം ഒരു ഇന്ററഗേഷൻ സീൻ ഒരു കാരണം ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഐ വോണ്ട് ഡു സോ ഓപ്പണിംഗ് ദ സിപ്പ് ആൻഡ് ബഡി ഡൂയിങ് ഓൾ ദിസ്. ഞാൻ ചെയ്തത് വേറെയാണ്, പില്ലോ വെച്ചിട്ട് അടിയും അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്നാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയൊന്നും ഐ വിൽ നോട്ട് ബി ഗോയിങ് ആഫ്റ്റർ. ഞാൻ ഇയാളെ വിളിച്ചു, നാഗേഷിനെ 2-3 ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മൈ ഫാദർ ഈസ് വെരി സീരിയസ്, ഐ വിൽ കോൾ യു ബാക്ക്. ഇന്ന് വരാൻ വിളിച്ചിട്ടില്ല. ബിക്കോസ് ഐ വാസ് ആസ്കിങ് സർട്ടൻ ക്വസ്റ്റ്യൻസ് വിച്ച് യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ എന്നുള്ളത്. അമോദ് കാന്ത് ഹി ഹാസ് ഫയൽഡ് എ കേസ് ഐ തിങ്ക് എഗൻസ്റ്റ് ദം. നമ്മൾ പിന്നെ അതിനൊന്നും പോയില്ല. എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് ആവട്ടെ, ഒരു സീരീസ് വെച്ച് അത് നന്നായി പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ, ഈവൻ ക്ലൈമാക്സിൽ അവർ കാണിച്ചിരിക്കുന്നത് ഒറ്റ വീടാണ്, ഒറ്റപ്പെട്ട വീടല്ലായിരുന്നു. 2 houses ഞങ്ങൾ ഒക്യുപ്പൈ ചെയ്ത വീടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്കൊരു ക്ലാരിറ്റി വരുത്താമായിരുന്നു, ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ. അതുണ്ട്. അത് കറക്റ്റ് ആണോ? അത് ആന്റിഡോട്ട് കൊണ്ടുവരാനായിട്ട് ഡിലേ ചെയ്തത്? ആന്റിഡോട്ട് സി അതെല്ലാം ഒരു എക്സ്ക്യൂസാണ്. ഐ ഹാഡ് 6 kids. എൻ്റെ കാറിനകത്തുണ്ടായിരുന്നു, ഡോക്ടർ ത്രിപാഠി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതിന് മുന്നൊരു ഓപ്പറേഷനിൽ ഡോക്ടർ ത്രിപാഠി എന്നല്ല, ഞാൻ തന്നെയാണ് ആന്റിഡോട്ട് കുത്തിയിരിക്കുന്നത്. അല്ല, ആ ആന്റിഡോട്ട് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്, എക്സ്പയറി ഞാൻ കഴിഞ്ഞിട്ടാണ് ചോദിക്കട്ടെ, എക്സ്പയറി അതിനകത്ത് കാണിക്കുന്നത്. അതന്നെ ഇതിനകത്ത് കാണിക്കുന്ന ആന്റിഡോട്ട് എക്സ്പയറി എന്നുള്ളതല്ല. ആന്റിഡോട്ട് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ആക്ച്വലി ഇറ്റ് വാസ് ഇമ്പോർട്ടഡ് ഫ്രം ലണ്ടൻ. അതും വെറും 6 മാസം മുന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്തുള്ള സാധനത്തിന് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സാധനത്തിന് 2 വർഷത്തിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് ഒരിക്കലും അതെല്ലാം ഒരു എക്സ്ക്യൂസാണ്. പിന്നെ DRDO രണ്ടാമത് ആ കിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഉള്ളത് നമുക്ക് സുഖമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആൻറ്റിഡോട്ട് കൊണ്ടുവന്നിട്ട് അതിൽ ഡിലേ ചെയ്തില്ലേ? അല്ല, അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശരിക്കും ആന്റിഡോട്ട് കൊണ്ടുവരാനാന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. റീസൺ പറഞ്ഞു. എന്നിട്ട് അത് വരുന്നത് രാത്രിയിലാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതും ഞങ്ങൾ നോക്കിയിട്ട് പോലുമില്ല. ആൻറ്റിഡോട്ട് എവിടെയെന്ന് നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. പെർമിഷൻ കിട്ടി, തോക്കെടുത്ത് ഓക്കെ സാർ പോകാമെന്ന് പറഞ്ഞു. ബാക്കിൽ പോയി മോളിൽ കൂടെ പോയിട്ട് മറ്റവന്മാരുടെ അടുത്ത് പറഞ്ഞ് ബ്ലാസ്റ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുക, വന്നു കഴിഞ്ഞാൽ ക്രോസ് ഫയർ ആവും. സോ ദേ ബ്ലാസ്റ്റഡ്. അതൊരു ചൗധരി എന്ന് പറഞ്ഞൊരു മേജർ ഉണ്ടായിരുന്നു. ഞാൻ അകത്തൂടെ കയറി കിച്ചൺ. ഐ എൻറ്റഡ് ഫസ്റ്റ്. ലെഫ്റ്റിൽ ക്യാപ്റ്റൻ അനിലുണ്ടായിരുന്നു, അന്ന് ഹവൽദാർ അനിൽ. ഇപ്പുറത്ത് രാമയ്യ എന്ന് പറഞ്ഞെടുത്ത് എൻട്രി ചെയ്തു. 5 ബോഡി, ടോട്ടൽ 2, 7. ഓക്കെ, ഡൗൺ. തോക്കെടുത്ത് കയ്യിൽ വെച്ചു. ഇത്രയേ ഉള്ളൂ. 3 സെക്കൻഡ് 4 സെക്കൻഡിൻ്റെ പണിയുണ്ടായിട്ടുള്ളൂ. പിന്നീട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കാൻ ഓപ്പറേഷൻ പോയി കിടന്നുറങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഈ 36 മണിക്കൂറെന്ന് പറയുന്നത് അത് ടോട്ടൽ 48 മണിക്കൂറായിരിക്കുന്നു ഞങ്ങൾ ഉറങ്ങിയിട്ട്. 18-ാം തീയതി കാലത്ത് എഴുന്നേറ്റാണ്. 19, 20-ാം തീയതി കാലത്താണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. 48 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പം എന്തായി, ഈ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ നമ്മൾ പ്ലാനിങ് ഉണ്ട്. നമ്മൾ കയറുന്നു, അവൻ ഫയർ ചെയ്യുന്നു, അതിന് മുമ്പത്തെ നമ്മൾ ഫയർ ചെയ്തു, ചിലപ്പോൾ നമുക്ക് കിട്ടി. ഇതൊക്കെ അങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കും. ഇത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ച് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ നീറും, കണ്ണടയ്ക്കാൻ പറ്റില്ല. തണുത്ത വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും കണ്ണിങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കയറുന്നത് അവിടെ കയറി ഇവിടെ കയറി, അവിടുന്ന് ഫയർ ഇവിടുന്ന് കയറി, ഇതെല്ലാം ഇങ്ങനെ കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ സ്ലീപ്പിംഗ് പിൽസ് എടുത്തിട്ടാണ് അന്ന് രാത്രിയിൽ 20-ാം തീയതി രാത്രി ഉറങ്ങുന്നത്. സോ ഇത് മനുഷ്യൻ്റെ ബോഡിയാണ്. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഇംബാലൻസ് ആയിക്കഴിഞ്ഞാൽ, കമാൻഡോ ട്രെയിനിങ് കാരണം ഞങ്ങൾക്ക് മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. യൂറിൻ കുറെ കഴിഞ്ഞാൽ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. അപ്പം ചുമരും കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കും. അതൊന്നും പിന്നെ നോക്കില്ല നമ്മളൊന്നും, എവിടെയാണ് എന്താണെന്നുള്ളത്. എൻ്റെ എന്നിട്ട് മനുഷ്യനല്ലേ നമ്മളൊക്കെ. നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഈ ഒരു ചെറിയ ട്രെയിനിങ്ങിൽ ചില ടെക്നിക്സ്, അതിപ്പോൾ ശിവരാസനം ഉണ്ട്, ആ ടെക്നിക്ക് മുരുകനും ഉണ്ട്, അത് നല്ലിക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. ഇതിൽ ആരാദ്യം ചെയ്തു എന്നുള്ളതാണ് സക്സസ് ഫാക്ടർ. അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻസ് ആൻഡ് വിച്ച് നോർമൽ പേഴ്സൺ കാൺഡ് കോറിലേറ്റ്. ഇതിൽ ഈ ഓപ്പറേഷനിൽ സപ്പോസ് ആ മിസ്റ്ററി എലിമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, സോ യു കുഡ് ഹാവ് കോട്ട് ശിവരാസൻ അലൈവ്. ഡു യു തിങ്ക് ശിവരാസനെ കിട്ടിയില്ലെങ്കിലും, കാരണം ശിവരാസനാണ് AK-47 ഹാൻഡിൽ ചെയ്യുന്നത്.
അപ്പോൾ കയറുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആദ്യം കിട്ടുന്നതിന് ഈ തോക്ക് എവിടെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ സെക്കൻഡിൽ ബ്ലാസ്റ്റ് കഴിഞ്ഞു, ആ പുകയുടെ ഉള്ളിൽ കൂടെ നമ്മൾ കയറുന്നു, കിട്ടുന്നു, അപ്പോഴത്തേക്കും അവൻ ഫയറിങ് ചിലപ്പോൾ തുടങ്ങും, അവൻ്റെ സെൻസ് തിരിച്ച് കിട്ടിയാൽ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാക്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഈ റൂമിലിരിക്കുകയാണെങ്കിൽ ഈ വാതിൽ ബ്ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഡെഫനിങ് സൗണ്ടുണ്ട്. ഇതിൽ ഫുൾ കിടന്ന് എക്കോ അടിച്ച് ടങ്ങെന്ന് പറഞ്ഞ ഈ ശബ്ദത്തിൽ നമ്മുടെ ബ്രെയിൻ ഒരു 1, 2, 3 സെക്കൻഡ് ഇംബാലൻസാണ്. ഈ 3 സെക്കൻഡാണ് നമ്മൾ പ്രിപ്പയർഡാണ് ഈ ശബ്ദത്തിന് പുറത്ത്. സ്റ്റാൻഡ് ബൈ ഗോ. അപ്പോൾ നമുക്കറിയാം ഈ ഗോല് ബ്ലാസ്റ്റർ ഉണ്ടെന്നുള്ളത്. നമ്മളപ്പോൾ എന്താണ്, നമ്മൾ ഈ അത് കഴിഞ്ഞത് നമ്മൾ ഉള്ളോട്ട് കയറി. ഇവന് ഈ 3 സെക്കൻഡിൽ നിന്ന് റിക്കവർ ആവുന്നതിന് മുന്നേ അവനെ ഐഡൻറ്റിഫൈ അല്ല, അവൻ കുറച്ചുകൂടെ ട്രെയിൻഡാണ്, അവന് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് ഫയർ ചെയ്യും. അതിലാണ് ഹൂ കിൽസ് ഹും എന്നുള്ളത് അവിടെ ഫാക്ട് വരുന്നത്. അപ്പോൾ അവിടെ 50-50 ചാൻസാണ്, ബിക്കോസ് ഹി വാസ് പ്രിപ്പയർഡ്. ഈ ബ്ലാസ്റ്റ് ഒരു ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഇതൊരു ചെവി അടപ്പിക്കുന്നൊരു ശബ്ദമാണ്. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ബ്ലാസ്റ്റ് നടത്തിയാൽ ഈ ശബ്ദം മുഴുവൻ ഇങ്ങോട്ടാണ്. കാരണം ഇത് മുഴുവൻ വരുന്നത് ഇങ്ങോട്ടാണ്. ഈ ഫയർ രണ്ട് സൈഡിലേക്കും വരുമെങ്കിലും ഫയർ ശബ്ദം ഇങ്ങോട്ടും ഫയർ പുറത്തോട്ടുമാണ്. അപ്പോൾ ഇതിൽ ഡഫായി കഴിഞ്ഞാൽ ആ ടൈമിലാണ്. അപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ 7 പേരുണ്ട്, നമുക്കൊരു 3 പേരെ കൊല്ലേണ്ടി വരുമായിരിക്കും. ശിവരാസൻ, നെഹ്റു, പിന്നെ ഒരുത്തൻ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒന്നും കൂടെ പോകുമായിരിക്കും. 3 പേര് പോയി. എന്നാലും 4 ഇല്ലേ? ഈ 4 ഇവർക്ക് അറിയാത്ത ഫാക്റ്റിൽ ഉണ്ടാവില്ല. അവരുടെ അടുത്ത് നമുക്ക് കിട്ടുമല്ലോ, ആര് പറഞ്ഞു ഇതിൻ്റെ അടുത്ത്? അതറിയരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഈ ഇത് ഇങ്ങനെ ഡിലേ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൂ ഗേവ് ദാറ്റ് ഓർഡർ ടു ദിസ് പേഴ്സൺ ടു ഡിലേ ഇറ്റ്? അതോ നിങ്ങൾ വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ടൊരു കവർ ചെയ്യേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറാണ്? പക്ഷെ അത് ആര് ചെയ്തു? അത് ഇത്രയും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുണ്ടായിരുന്നില്ല, നമ്മളിവരൊക്കെ പിടിച്ചു. ഇതിന് മാത്രം നിങ്ങളെന്തിനാണ് വരുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറ. അയാൾക്ക് വയസ്സായി, മെമ്മറിയൊക്കെ പോയി കാണുമായിരിക്കും.